ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാം പതയേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. അധ്യാത്മരാമായണം കിളിപ്പാട്ട് യുദ്ധകാന്ഡം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. നമ്മൾ കഴിഞ്ഞ തവണ വായിച്ചത് യുദ്ധമെല്ലാം കഴിഞ്ഞിട്ട് യുദ്ധം കാണാൻ നിന്നവരെല്ലാം അവരവരുടെ വാസസ്ഥലത്തേക്ക് പോയി. മാതലി രഥവുമായി ദേവേന്ദ്ര അടുക്കലേക്കും പോയി. എല്ലാവരും അവരുടെ സ്ഥാനത്തേക്ക് പോയി. യുദ്ധമെല്ലാം അവസാനിച്ചു. നമുക്ക് തന്നെ ബാക്കി അങ്ങോട്ട് വായിക്കാം. ലക്ഷ്മണനോട് അരുൾ ചെയ്തിതു രാമനും. എല്ലാം സ്വച്ഛമായി കഴിയുമ്പം ഭഗവാൻ അനുജനോട് പറയുന്നു, രക്ഷോവരനാ വിഭീഷണനായി മായാദത്തമായൊരു ലങ്കാരാജ്യം ഉൾപ്പുക്ക് ചിത്തമോദാൽ അഭിഷേകം കഴിക്ക നീ. ഇനി ഈ മയാദത്തമായ ഈ ലങ്കാപുരം രാജാവായിട്ട് അഭിഷേകം ചെയ്യുക. ആർക്കാണ്? രാവണൻ മരിച്ചല്ലോ. നീ അതിൻ്റെ അനുജനായ വിഭീഷണനെ അഭിഷേകം ചെയ്യാൻ പറഞ്ഞു ലക്ഷ്മണനോട്. എന്നതു കേട്ടു കപിവരന്മാരോടും ചെന്ന് ശേഷിച്ച നിശാചരന്മാരുമായി അർണവ തോയാദി തീർത്ഥജലങ്ങളാൽ സ്വർണ്ണ കലശങ്ങൾ പൂജിച്ചു ഘോഷിച്ചു വാദ്യഘോഷത്തോട് താപസന്മാരുമായി ആർത്തു വിളിച്ച് അഭിഷേകവും ചെയ്തിതു. അങ്ങനെ സമുദ്രത്തിൽ പോയി വെള്ളം കൊണ്ടുവന്ന് തീർത്ഥജലങ്ങളാൽ സ്വർണ്ണ കലശമൊക്കെ പൂജിച്ച് സന്തോഷമായിട്ട് അഭിഷേകം ചെയ്തു. ഭൂമിയും ചന്ദ്രദിവാകരരാദിയും രാമകഥയുള്ളന്ന് വിഭീഷണൻ ലങ്കേശനായി വാഴുകന്ന് കിരീടാദ്യ അലങ്കാരവും ചെയ്തു. ദാനപുരസ്കൃതം പൂജ്യനായൊരു വിഭീഷണനായിക്കൊണ്ട് രാജ്യനിവാസികൾ കാഴ്ചയും വച്ചിതു. വാച്ച കുതൂഹലം പൂണ്ടു വിഭീഷണൻ കാഴ്ചയും എല്ലാം എടുപ്പിച്ചു കൊണ്ടുവന്ന് ആസ്തയാ രാഘവൻ തൃക്കാൽക്കൽ വച്ച് അഭിവാദ്യവും ചെയ്തു വിഭീഷണൻ ആദരാൽ. അങ്ങനെ രാജ്യാഭിഷേകം ചെയ്തപ്പോൾ എല്ലാവരും കാണാൻ വന്നവരെല്ലാവരും കാഴ്ച കൊണ്ടുകൊടുത്തു. എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടത് വിഭീഷണ കാഴ്ച വെച്ചു. വിഭീഷണൻ എന്ത് ചെയ്തു? അതെല്ലാം എടുത്ത് ഭഗവാന്റെ കാൽക്കൽ കൊണ്ടുവച്ചു, ശ്രീരാമൻ്റെ കാൽക്കൽ കൊണ്ടുവച്ചു. നമുക്കും അത് മനസ്സിലാക്കണം. നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ഇതുപോലെ കാഴ്ചകളോ അല്ലെങ്കിൽ നമ്മുടെ മക്കളോ മറ്റവരുടെ ആരെങ്കിലും എന്തെങ്കിലും സന്തോഷമായിട്ട് സ്ഥലം തന്നാൽ ഭഗവാനെ എനിക്ക് ഇന്നാര് തന്നു നന്ദിയൊക്കെ പറയണ്ടേ? ഭഗവാനും കൊടുക്കണ്ടേ നന്ദി? അപ്പോൾ ആ ഭഗവാനല്ലേ നമുക്കൊക്കെ തരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇത് മനസ്സിലാക്കണം. ഒരു യാത്ര പോകുമ്പോഴും ഭഗവാനോട് പറഞ്ഞിട്ട് പോകണം. വരുമ്പോൾ ഞാൻ ഭദ്രമായി ഇനി വന്ന് ഭഗവാന്റെ കൃപയോടുകൂടി ഒരാപത്തും കൂടെ ഇനി വന്നെത്തി, അത് എനിക്ക് ഇന്നത് കിട്ടി ഇന്നത് അങ്ങനെയൊക്കെ നമുക്ക് പറയണ്ടേ? അതാണ് ഇവിടെ മകൾ ഇത് പഠിക്കുന്നത്. അതിനാണ് അങ്ങനെ വിഭീഷണൻ അങ്ങനെ ഭഗവാന്റെ ഇതെല്ലാം കൊണ്ടുവച്ചു. നക്തഞ്ചരേന്ദ്ര പ്രസാദത്തിനായി രാമഭദ്രൻ അതെല്ലാം പരിഗ്രഹിച്ചിടിനാൻ. അതെല്ലാം ഭഗവാൻ സ്വീകരിച്ചു. എന്തിനു വേണ്ടിയാ? നക്തഞ്ചരേന്ദ്ര പ്രസാദത്തിനായി.
ഈ രാവണകുലമാണല്ലോ. രാവണൻ പോയെങ്കിലും വിഭീഷണൊക്കെ ആ കുലത്തിലുള്ള അവരുടെ പ്രസാദത്തിന് വേണ്ടി ഭഗവാൻ അതെല്ലാം സ്വീകരിച്ചു. ഇപ്പോൾ കൃതകൃത്യനായേനഹം എന്ന് ചിൽപുരുഷൻ പ്രസാദിച്ച് അരുളിടിനാൻ. എല്ലാം സന്തോഷമായി കൃതകൃത്യമായി. എന്താണ് മനസ്സിൽ കണ്ടത് അതെല്ലാം സാധിച്ചു കഴിഞ്ഞു. സുഗ്രീവന് കിഷ്കിന്ധ രാജ്യം കൊടുത്തു, ഭഗവാൻ അവിടെ രാവണനെ വധിച്ചു, അതുപോലെ വിഭീഷണന് രാജ്യം കൊടുത്തു. അങ്ങനെ ഓരോരോ കാര്യങ്ങളും മുറപോലെ നടന്നു. അതുകൊണ്ട് ഇപ്പോൾ കൃതകൃത്യനായേനഹം എന്ന് പറഞ്ഞത് കാര്യം ഭഗവാൻ ഇവിടെ അവതരിച്ചതിൻ്റെ കാരണങ്ങൾ ഇതൊക്കെ ആണല്ലോ. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ സാധിപ്പിക്കാനാണല്ലോ. ഇനി സീതയെ സ്വീകരിക്കുന്നതാണ്. ഇനി അഗ്രേ വിനീതനായി വന്ദിച്ചു നിൽക്കുന്ന സുഗ്രീവനെ പുനരാലിംഗനം ചെയ്തു സന്തുഷ്ടനായി അരുൾ ചെയ്തതു. രാഘവൻ സുഗ്രീവനെ നന്നായി ആലിംഗനം ചെയ്തിട്ട് പറഞ്ഞു, ചിന്തിച്ചതെല്ലാം ലഭിച്ചു നമുക്കെടോ. ത്വൽസഹായത്വേന രാവണൻ തന്നെ ഞാൻ ഉത്സാഹമോട് വധിച്ചതു നിശ്ചയം. സഹായിച്ച സുഗ്രീവൻ ഒരുപാട് സഹായിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും സഖ്യം ചെയ്തു. എല്ലാവരും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാമെന്നു. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ സഹായം ചെയ്ത് സുഗ്രീവൻ. ഭഗവാനും അതുപോലെ സുഗ്രീവന് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു. അപ്പോൾ ഇതെല്ലാം താൻ മുഖാന്തരമാണെന്ന് ഒരു നന്ദി വാക്ക് ഭഗവാൻ കൊടുക്കണ്ടേ. അവിടെ സുഗ്രീവൻ താൻ സഹായത്തിന് അത് സുഗ്രീവൻ്റെ സഹായത്താൽ ഇങ്ങനെ രാവണനെ ഞാൻ ഉത്സാഹമോട് വധിച്ചു നിശ്ചയം. ലങ്കേശ്വരനായ വിഭീഷണൻ തന്നെയും ശങ്കാവിഹീന അഭിഷേകവും ചെയ്തു. അതായത് രാജാവായിട്ട് വിഭീഷണനെ അഭിഷേകം ചെയ്തു. പിന്നെ ഹനുമാനെ നോക്കി അരുൾ ചെയ്തു മന്നവൻ. ഭഗവാൻ ശ്രീരാമൻ ഹനുമാനെ നോക്കി പറഞ്ഞു, നീ പോയി, അത് ഹനുമാനോട് പറഞ്ഞു, നീ പോയി വിഭീഷണ അനുജ്ഞയ, വിഭീഷണൻ്റെ വാക്കും പ്രകാരം ആജ്ഞപ്രകാരം, രാജാവാണല്ലോ അതുകൊണ്ട് ആജ്ഞപ്രകാരം ചെന്ന് ലങ്കാപുരം അറിയിക്കണം. തന്നൊങ്കിയാകിയ ജാനകിയോടിതം നക്തഞ്ചരാധിപ നിഗ്രഹം ആദിയാ വൃത്താന്തമെല്ലാം പറഞ്ഞു കേൾപ്പിക്കണം. ഹനുമാൻ പോയി സുഗ്രീവൻ്റെ ആജ്ഞപ്രകാരം പോയി സീത ഇതെല്ലാം അറിയിക്കണം, ഇവിടെ നടന്നതെല്ലാം. എന്നാൽ അവളുടെ പാപവും വാക്കും എന്നോട് വന്നു പറക നീ സത്വരം. എന്നിട്ട് സീത എന്താ പറയുന്നെന്ന് എന്നോടൊന്ന് പറയൂ എന്നതു കേട്ടു പവനതനയനും ചെന്ന് ലങ്കാപുരം പ്രാപിച്ച അനന്തരം വന്നു നിശാചരർ സൽക്കരിച്ചിടിനാർ നന്ദിതനായൊരു മാരുതപുത്രനും. ആ ഹനുമാനെ അവിടെ എല്ലാവരും ചെന്ന് വന്ദിച്ചു. ഹനുമാൻ്റെ മഹിമ കൊണ്ട് അങ്ങനെ രാവണൻ മുഖാന്തരമാണല്ലോ ഇത്രയും സംഭവിച്ചത്. എല്ലാം രാവണൻ പോയപ്പോൾ ബാക്കിയുള്ളവർക്കെല്ലാം സന്തോഷമായി. അങ്ങനെ നിശാചരെല്ലാം വന്ന് ഈ ഹനുമാനെ വന്ദിച്ചു. അപ്പോൾ മാരുതപുത്രൻ നന്ദിതനായി രാമപാദാബ്ജവും ധ്യാനിച്ചിരിക്കുന്ന ഭൂമി സുതയെ നമസ്കരിച്ചിടിനാൻ. അങ്ങനെ ഭഗവാനെ തന്നെ പ്രാർത്ഥിച്ച സീതയെ പോയി നമസ്കരിച്ചു ഹനുമാൻ. ഭക്തപ്രസാദ ആലോക്യ കപിവരൻ വൃത്താന്തമെല്ലാം പറഞ്ഞു തുടങ്ങിനാൻ. മുഖപ്രസാദത്തോട് തന്നെ എല്ലാം പറഞ്ഞു. ലക്ഷ്മണനോടും വിഭീഷണൻ തന്നോടും സുഗ്രീവൻ ആദിയാം മർക്കടന്മാരോടും രക്ഷോവരനാം ദശഗ്രീവനെ കൊന്ന് ദുഃഖം അകന്നു തെളിഞ്ഞു മേവിടിനാൻ. യുദ്ധം ഭവതിയോടൊക്കെ പറകന്ന ചിത്തം തെളിഞ്ഞ് അരുൾ ചെയ്തറിഞ്ഞാലും. എന്നോട് ഇതെല്ലാം പറഞ്ഞതനുസരിച്ച് ഞാൻ വന്ന് പറഞ്ഞതാണെന്ന് ദേവിയെടുത്ത് പറഞ്ഞു. സന്തോഷം എത്രയുമുണ്ടായതു സീതയ്ക്കെന്നെന്തു ചൊല്ലാവതു. ജാനകി ദേവിയും അത്രമാത്രം സന്തോഷമായി ജാനകിക്ക്. ഗൽഗതവർണ്ണേന ചൊല്ലിനാൾ എന്തു ഞാൻ, സങ്കടത്തോടി പറയുന്നു, ഗൽഗതത്തോടി പറയുന്നു, ചൊല്ലിനാൾ എന്ത് ഞാൻ മർക്കട ശ്രേഷ്ഠ ചൊല്ലേണ്ടതു ചൊല്ലു നീ. മർക്കടന്മാരിൽ ശ്രേഷ്ഠനായ ഹനുമാനെ ചൊല്ലു, എന്താ പറയേണ്ടത്. ഭർത്താവിനെ കണ്ടുകൊള്ളുവാൻ ഉപായം എന്തെത്ര പാർക്കേണം ഇനിയും ശുചൈവ ഞാൻ. ഇനി എത്രമാത്രം സമയം എടുക്കണം, എത്ര നാളുടെ ഇനി ഞാൻ എത്ര നാൾ നോക്കിയിരിക്കണം, എങ്ങനെയാ നേരത്തിന്ന് നീ യോഗം വരുത്തിയിടുന്നു, എത്രയും പെട്ടെന്ന് അതിനുള്ള യോഗം വരുത്തിയിടു. ഹനുമാനോട് പറയുന്നു, എത്ര പാർക്കേണം ഇനിയും ശുചൈവ ഞാൻ നേരത്തത് ഇന്ന് യോഗം വരുത്തിയിടും. നീ ധീരത്വമില്ല ഇനിയും പുറത്തിടുവാൻ, എനിക്ക് ഇനിയും ധൈര്യമില്ല. എത്ര നാളുടെ എനിക്ക് ധൈര്യമെല്ലാം പോയി, ഇനി സഹിക്കാൻ വയ്യ, പെട്ടെന്ന് തന്നെ ശ്രീരാമനെ കാണണം. വാദാത്മജനും രഘുവരൻ തന്നോട് മൈഥിലി ഭാഷിതം ചെന്ന് ചൊല്ലിയിടിനാൻ. അങ്ങനെ സീത പറഞ്ഞ ഭാഷിതം സംസാരം ആ വാർത്ത അതുപോലെ തന്നെ ശ്രീരാമനെ അറിയിച്ചു ഹനുമാൻ. ചിന്തിച്ചു രാമൻ വിഭീഷണൻ തന്നോട് സന്തുഷ്ടനായി അരുൾ ചെയ്താൻ. വരയെ നീ ജാനകി ദേവിയെ ചെന്ന് വരുത്തുക, ദീനതയുണ്ട് പോൽ കാണാകിയ കൊണ്ടുമാം. അതുകൊണ്ട് വിഷമമുണ്ട് കാണാത്തതുകൊണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ജാനകി ദേവിയെ ചെന്ന് വരുത്തുക വിഭീഷണനോട് പറഞ്ഞു. സ്നാനം കഴിപ്പിച്ചു ദിവ്യാംബരാഭരണ അനുലേപാദ്യ അലങ്കാരമണിയിച്ച് ശില്പമായൊരു ശിവികമേൽ ആരോപ്യ
മൽപുരോഭാഗെ വരുത്തുക സാദരം. കുളിച്ച് ലേപനങ്ങളൊക്കെ പുരട്ടി ഒരു അതായത് ശിബിക മേലെ ഒരു പല്ലക്കിൽ കയറ്റി മൽപുരോഭാഗെ അത് ശ്രീരാമൻ്റെ അടുക്കെ കൊണ്ടുവരുത്തി നിർത്തുക. മാരുതി തന്നോടുകൂടെ വിഭീഷൺ ആരാമമേ ദേശം പ്രവേശിച്ച സാദരം. ഹനുമാനും വിഭീഷണനും കൂടെ പോയി സീതയുടെ അടുക്കലേക്ക്, സീതയെ കൊണ്ടുവരാനായിട്ട്. മാരുതി തന്നോടുകൂടെ വിഭീഷണൻ ആരാമദേശം, അതായത് ആ ലങ്കയിലെ ആരാമദേശം പറഞ്ഞ ഉണ്ട്, അവിടെയാണ് ഇരിക്കുന്ന സീത. വൃദ്ധമാരായ നാരീജനത്തെ കൊണ്ട് മുഖതാംഗിയെ കുളിപ്പിച്ചു ചമയിച്ചു. അവിടെ വൃദ്ധരായ സ്ത്രീകളുണ്ട്, അവരെ കൊണ്ട് ഈ സീതയൊക്കെ കുളിപ്പിച്ച് ചമയിപ്പിച്ച് എല്ലാമൊക്കെ ചെയ്തു കൊടുത്തു. എന്നിട്ട് തണ്ടിലെടുപ്പിച്ച്, അത് പല്ലക്കിൽ തണ്ടിലെടുപ്പിച്ചു കൊണ്ട് ചെല്ലുന്നേരം ഉണ്ടായി ചമഞ്ഞതൊരു ഘോഷ നിസ്വനം. സീതയെ കൊണ്ടുവന്നപ്പോൾ അവിടെ ഒരു ഭയങ്കര ഘോഷയാ. ഇത് ഒരു കാണാൻ ഒരുപാട് പേര് നിൽക്കും, അവിടെ ഒരുപാട് കുരങ്ങന്മാരെ ഉണ്ടല്ലോ ഇവിടെ കൂടെ ഉള്ളവരല്ല. അവരെല്ലാം ഈ സീതയ്ക്ക് വേണ്ടിയല്ലേ ഇത്രയും പൊരുതിയത്, അപ്പോൾ പിന്നെ കാണണ്ടേ, അവർക്കെല്ലാം കാണണ്ടേ. അങ്ങനെ അവിടെ തണ്ടിലടുപ്പിച്ചു കൊണ്ട് ചെല്ലുന്നേരത്ത് ഉണ്ടായി ചമഞ്ഞതൊരു ഘോഷ നിസ്വനം. വാനരവീരരും തിക്കി തിരക്കിയ ജാനകി ദേവിയെ കണ്ടുകൊണ്ടിടുവാൻ, ദേവിയെ കാണാൻ വേണ്ടി തിക്കും തിരക്കുമായി കൂട്ടമിട്ട് അങ്ങ് അണയുന്ന അത് കണ്ടൊരു അണഞ്ഞാട്ടി അകറ്റി ഞാൻ. അങ്ങനെ സീതയുടെ അടുക്കലേക്ക് എല്ലാവരും തിക്കി തിരക്കിയപ്പം അവിടെ നിന്ന യാഷ്ടികന്മാർ വെച്ചാൽ ഇത് ചെയ്യാനുള്ളവർ അവരെയൊക്കെ ദൂരെ മാറി നിൽക്കാൻ പറഞ്ഞു, അകറ്റി നിർത്തി. യാഷ്ടികന്മാരണഞ്ഞാട്ടി അകറ്റിനാൻ. ഈ കുരങ്ങന്മാരെല്ലാം കാണാൻ തിരക്കുകയും തിരക്കുകയും ചെയ്തപ്പോൾ അവരെയൊക്കെ ദൂരേക്ക് മാറ്റി കൊണ്ടുപോയി. അപ്പോൾ കോലാഹലം കേട്ടു രാഘവൻ. എന്ത് കോലാഹലമാണ് ഇത് കേട്ടുകൊണ്ട് ഭഗവാൻ ശ്രീരാമനും ചോദിക്കുന്നത്. കാരുണ്യശാലി പറയുന്നു, കോലാഹലം കേട്ടു രാഘവൻ കാരുണ്യശാലി വിഭീഷണൻ തന്നോട് അരുൾ ചെയ്തു. വിഭീഷണനോട് ഭഗവാൻ പറഞ്ഞു, വാനരന്മാരെ ഉപദ്രവിപ്പാനുണ്ടോ ഞാൻ ഉര ചെയ്തതു നിന്നോട് എന്തടോ, അതായത് എന്തായി കാണിക്കുന്നത്, ഞാൻ പറഞ്ഞോ ഈ അത് വാനരന്മാരെ ഉപദ്രവിക്കാൻ ഞാൻ പറഞ്ഞോ? ഭഗവാൻ ചോദിക്കുന്നു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടാണോ ഇത് ചെയ്യുന്നത്? അതുകൊണ്ട് ഇതെന്തോ ആണ് കാണിക്കുന്നത് എന്ന് വിഭീഷണനോട് ഭഗവാൻ ചോദിക്കുന്നു. വാനരന്മാരെ ഉപദ്രവിപ്പാനുണ്ടോ ഞാൻ ഉര ചെയ്തതോ ഞാൻ പറഞ്ഞോ? നിന്നോടിത് എന്തടോ? ജാനകി ദേവിയെ കണ്ടാൽ അതിനൊരു ഹാനി എന്തുള്ളത് അത് പറഞ്ഞിടൂ നീ. എന്താ ദേവിയെ കണ്ടാലുള്ള കുഴപ്പം? അവർക്ക് കണ്ടൂടെ? വാനരന്മാർക്ക് കണ്ടുള്ള കുഴപ്പം എന്താണ്? അതുകൊണ്ട് നീ എന്തിനാ ഇവരെ മാറ്റി നിർത്തുന്നത്? ജാനകി ദേവിയെ കണ്ടാൽ അതിനൊരു ഹാനി എന്തുള്ളത് അത് പറഞ്ഞിടൂ നീ. മാതാവിനെ ചെന്ന് കാണുന്ന അതുപോലെ മൈഥിലിയെ ചെന്ന് കണ്ടാലും ഏവരും. ഭഗവാൻ പറഞ്ഞു, ഒരു മാതാവിൻ്റെ അമ്മ എങ്ങനെ ഒരു കുട്ടിക്ക് കാണുന്നത്, ഒരു കുട്ടികൾ തള്ളമാരെ കാണുന്നതിന് അതുപോലെ എല്ലാവരും പോയി കണ്ടോളാൻ പറഞ്ഞു. മാതാവിനെ ചെന്ന് കാണുന്ന അതുപോലെ മൈഥിലിയെ ചെന്ന് കണ്ടാലും ഏവരും എല്ലാവരും അങ്ങനെ പോയി കാണാൻ ഭഗവാൻ പറഞ്ഞു. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, പാദചാരേണ വരേണം എന്നന്തികേ മേദിനി നന്ദിനിക്ക് കിം തത്ര ദൂഷണം. മേദിനി നന്ദിനി, അതായത് ഭൂമിപുത്രി ആകുന്ന ഈ സീതയ്ക്ക് കിം തത്ര ദൂഷണം, അതിലെന്താണ് ദോഷം? എൻ്റെ അടുക്കലേക്ക് നടന്നു തന്നെ വരണം. പല്ലക്കിലെടുത്തുകൊണ്ട് അവിടെ കൊണ്ടുവന്നു, പക്ഷേ ഭഗവാൻ ഇരിക്കുന്നിടത്തേക്ക് നടന്നു തന്നെ ചെല്ലണം. പാദചാരേണ അതാണ് നടന്നു തന്നെ എൻ്റെ അടുക്കലേക്ക് വരണം. പാദചാരേണ വരേണം എന്നന്തികേ മേദിനി നന്ദിനി കിം തത്ര ദൂഷണം. അതിലെന്താണ് ദോഷം? കാര്യാർത്ഥമായ പുരാ നിർമ്മിതമായൊരുമായ ജനകജാരൂപം മനോഹരം കണ്ടു കോപം പൂണ്ട് വാച്യവാദങ്ങളെ പുണ്ടരീകാക്ഷൻ ബഹുവിധം ചൊല്ലിനാൻ. അങ്ങനെ ഭഗവാൻ എന്ത് വാച്യവാദം കുറ്റാരോപണങ്ങളൊക്കെ അവിടെ പറയുന്നു. ദേവിയെ കണ്ട് കോപമൊക്കെ വന്ന് വാച്യവാദങ്ങളെ പുണ്ടരീകാക്ഷൻ ബഹുവിധം ചൊല്ലിനാൻ. ശ്രീരാമൻ പറഞ്ഞു, ലക്ഷ്മണനോട് മായാ സീതയും ശുചാതൽക്ഷണേ ചൊല്ലിനാൾ ഏതുമേ വൈകാതെ. അപ്പോൾ അത്രയും പറഞ്ഞു. ലക്ഷ്മണനോട് സീതയെ എന്താ പറയുന്നത്? ലക്ഷ്മണനോട് മായാസീതയാണ് പറയുന്നത്. ശുചാ തൽക്ഷണേ ചൊല്ലിനാൾ ഏതും വൈകാതെ തന്നെ പറയുന്നു. വിശ്വാസമാശു ഭർത്താവിനും മറ്റു വിശ്വത്തിൽ വാഴുന്നവർക്കും വരുത്തുവാൻ. ഓരോ കാര്യങ്ങൾ ശ്രീരാമൻ പറഞ്ഞപ്പോൾ ദേവിക്ക് മനസ്സിലായി എന്തെങ്കിലും ഇതിനകത്ത് മറ്റുള്ളവർക്ക് കുഴപ്പം കാണും, അതിന് വിശ്വാസം വരുത്തണം. അതിന് ദേവി പറഞ്ഞു, ലക്ഷ്മണനോട് പറഞ്ഞു, വിശ്വാസം ഭർത്താവിനും, അതായത് ശ്രീരാമനും മറ്റു വിശ്വത്തിൽ വാഴുന്നവർക്ക്, അത് നമുക്കെല്ലാവർക്കും ആരൊക്കെ അന്നുണ്ടായിരുന്നോ അവർക്കും വിശ്വാസം വരുത്തുവാൻ. കുണ്ടത്തിൽ അഗ്നിയെ നന്നായി ജ്വലിപ്പിക്കുക, ദണ്ഡമില്ലേതും എനിക്ക് അതിൽ ചാടുവാൻ. വിശ്വാസം വരുന്നതിന് ഞാൻ ഇങ്ങനെ ചെയ്യാൻ, എനിക്കതിനൊരു വിഷമവുമില്ല എന്ന് ദേവി പറഞ്ഞു. സൗമിത്രിയും അത് കേട്ടു രഘുത്തമ സൗമുഖ്യ ഭാവ ആലോക്യ സസംഭ്രമം.
അങ്ങനെ ലക്ഷ്മണനുമൊക്കെ രഘുദ ഇത് കേട്ടപ്പം സസംഭ്രമം. സാമർഥ്യമേറുന്ന വാനരന്മാരുമായി ഹോമകുണ്ടം തീർത്ത് തീയും ജ്വലിപ്പിച്ചു രാമപാർശ്വം പ്രവേശിച്ചു നിന്നിടിനാൻ. അങ്ങനെ എല്ലാവരും വാനന്മാരും എല്ലാവരുടെ ഹോമകുണ്ടം തീർത്തിട്ട് അത് തീ ജ്വലിപ്പിച്ച് നിന്നിട്ട് രാമൻ്റെ അടുക്കലേക്ക് പ്രവേശിച്ച് നിന്നിടിനാൻ സീത. ഭൂമി സുതയും അന്നേരം പ്രസന്നയായി. അപ്പോഴും പ്രസന്നയായെന്ന് വെച്ചാൽ അവിടെ മായാസീതമായിട്ട് ദേവി അതിൽ കടന്ന് കാണും. ഒരു പരമാത്മാവായ അമ്മ ഉണ്ടല്ലോ, ദേവി ഉണ്ടല്ലോ, ആ ഉള്ളിൽ അവിടെ വന്യമണ്ഡലത്തിലല്ലേ ഇരുത്തി മറച്ചു വെച്ചിട്ടല്ലേ ഈ മായാസീതയായിട്ട് ഇനി പോരുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെ അഗ്നികുണ്ടൽ ചാടുന്ന സമയത്തൊക്കെ ഈ സീതയിൽ ആ യഥാർത്ഥമായ ദേവി അതിൽ വരും. അതുകൊണ്ടാണ് ഇവിടെ പ്രസാദം വന്നത്. പിന്നെ ഭൂമി സുതയും അന്നേരം പ്രസന്നയായി ഭർത്താരം ആലോക്യ ഭക്തിയ പ്രദക്ഷിണം കൃത്വ മുഹുസ്ത്രയം ബദ്ധാഞ്ജലിയോടും ദേവദ്വിജേന്ദ്ര തപോധനന്മാരെയും പാവകൻ തന്നെയും വന്ദിച്ച് ചൊല്ലിനാൾ. അങ്ങനെ എല്ലാവരെയും ഭർത്താവിൻ്റെ 3 വട്ടം ശ്രീരാമന് പ്രദക്ഷിണം വച്ചു. പിന്നെ കൃത്വ മുഹുസ്ത്രയം ബദ്ധ അഞ്ജലിയോടും ദേവദ്വിജേന്ദ്ര ദേവന്മാരെയും ബ്രാഹ്മണരെ താപസന്മാരെയും പാവകൻ അഗ്നിയെയും വന്ദിച്ച് ചൊല്ലിനാൾ. എന്തോ പറയുന്ന ദേവി, ഭർത്താവിനെ ഒഴിഞ്ഞ അന്യനെ ഞാൻ മമചിത്തെ നിരൂപിച്ചതെങ്കിൽ അതിന് നീ അഗ്നി, സാക്ഷിയായാൽ ആരായി നീ അഗ്നിദേവൻ. അപ്പോൾ ഭർത്താവിനെ ഒഴിഞ്ഞ് ഭർത്താവല്ലാതെ മറ്റൊരന്യനെ ഞാൻ, അതായത് സീത മമ ഞാൻ എൻ്റെ ചിത്തെ നിരൂപിച്ചതെങ്കിൽ അതിന് നീ സാക്ഷിയല്ലോ സകലത്തിനുമാകയാൽ അഗ്നി സാക്ഷി. അപ്പോൾ എല്ലാത്തിനും സാക്ഷി അഗ്നിയാണ്. അതുകൊണ്ട് സാക്ഷിയല്ലോ സകലത്തിനുമാകയാൽ സാക്ഷാൽ പരമാർത്ഥമെന്ന് അറിയിക്ക നീ എന്ന് പറഞ്ഞുടൻ 3 വലം വച്ചു. അഗ്നിയുടെ കുണ്ഠത്തിനും ചുറ്റിനും വലം വച്ചു. വന്നിയിൽ ചാടിനാൾ കിഞ്ചിൽ ഭയം വിനാ, ഒരല്പം പോലും ഭയമില്ലാതെ തീയിൽ ചാടി സീത. ദുച്ഛവനാദികൾ വിസ്മയപ്പെട്ടിതു, നിശ്ചലമായതു ലോകവും അന്നേരം. എല്ലാം നിശ്ചലമായി. ആ സമയത്ത് ദുച്ഛവനാദികളൊക്കെ വിസ്മയപ്പെട്ടു. ഇന്ദ്രനും കാലനും പാശിയും വായുവും വൃന്ദാരകാധിപന്മാരും കുബേരനും മന്ദാകിനീധരൻ താനും വിരിഞ്ചനും സുന്ദരിമാരാകും അപ്സര സ്ത്രീകളും ഗന്ധർവ കിന്നര കിം പുരുഷന്മാരും ദന്തശൂകന്മാർ പിതൃക്കൾ മുനികളും ചാരണ ഗുഹ്യക സിദ്ധ സാധ്യന്മാരും നാരദ തുമ്പുരു മുഖ്യ ജനങ്ങളും മറ്റു വിമാന അഗ്രചാരികളൊക്കവേ ചുറ്റും നിറഞ്ഞതു രാമൻ തിരുവടി നിന്നരുളം പ്രദേശത്തിങ്കൽ. അന്നേരം വന്ദിച്ചതെല്ലാവരെയും നരേന്ദ്രനും രാമചന്ദ്രൻ പരമാത്മാനം അന്നേരം പ്രേമം ഉൾക്കൊണ്ട് പുകഴ്ന്നു തുടങ്ങിനാർ. എല്ലാവർക്കും അതൊരു സന്തോഷം, എല്ലാവർക്കും സന്തോഷവും സ്നേഹവും വർത്തി പ്രേമം ഉൾക്കൊണ്ട് എല്ലാവർക്കും സന്തോഷമായി. ശ്രീരാമന് പരമാത്മാനം അന്നേരം പ്രേമം ഉൾക്കൊണ്ട് പുകഴ്ന്നു തുടങ്ങിനാർ. അപ്പോൾ അങ്ങനെ ചാടുമ്പം മായാസീതയല്ല, ആ ദേഹത്തിൽ യഥാർത്ഥമായ ദേവി അവിടെ പ്രത്യക്ഷപ്പെട്ട് ഉള്ളിൽ വരും. അങ്ങനെയാണ് എല്ലാം സംഭവിക്കുന്നത്. അതുവരെ മറഞ്ഞ് ഇരിക്കും ആ ദേവി, മഹാമായായിരിക്കുന്ന ദേവി പരമേശ്വരി. സർവലോകത്തിനും കർത്താ ഭവാനല്ലോ, സർവത്തിനും സാക്ഷിയാകുന്നതും ഭവാൻ, അജ്ഞാന വിഗ്രഹനാകുന്നതും ഭവാൻ, അജ്ഞാന നാശകനാകുന്നതും ഭവാൻ, സൃഷ്ടികർത്താവാം വിരിഞ്ചനാകുന്നത് അഷ്ടവസുക്കളിൽ അഷ്ടമനായതും, ലോകത്തിന് ആദിയും മധ്യവും അന്തവും ഏകനാം നിത്യസ്വരൂപൻ ഭവാനല്ലോ. കർണങ്ങളായതും അശ്വനീ ദേവകൾ, കണ്ണുകളായതും ആദിത്യചന്ദ്രന്മാർ, ശുദ്ധനായ നിത്യാനായ അദ്വയനായൊരു മുക്തനാകുന്നതും നിത്യം ഭവാനല്ലോ. നിന്നുടെ മായയാ മൂടിക്കിടപ്പവർ, നിന്നെ മനുഷ്യനുള്ളിൽ ഓർത്തിയിടുവോർ. ഭഗവാന്റെ മായയിൽ മൂടി നമ്മൾ ആര് കടന്നാലും നമുക്ക് എന്ത് വരും? നമ്മൾ അജ്ഞാനികളാ. മായയിൽ മൂടി കടന്നാൽ മായ ഭഗവാന്റെ തന്നെയാണ്. ഈ മായ അത് നമ്മൾ ചുറ്റിപ്പറ്റി ഈ മായയാണ് വരുന്നുണ്ട്. അത് എൻ്റെ ഒന്നും പിടിച്ചു വെച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ യഥാർത്ഥത്തിൽ എന്താവും? അജ്ഞാനിയാണ്. അപ്പോഴും നമ്മൾ അങ്ങനെയുള്ള പറയും, എന്താ ശ്രീരാമനോ അത് മനുഷ്യനല്ലയോ എന്ന് പറയും. അതാണ് ഇവിടെ പറയുന്നത്. നിന്നുടെ മായയാ മൂടിക്കിടപ്പവർ, അജ്ഞാനികളെ മൂടിക്കിടക്കുള്ളൂ. അവർ നിന്നെ, അതായത് ഭഗവാൻ ശ്രീരാമനെ മനുഷ്യനെന്നുള്ളിൽ ഓർത്തിടുവോർ. അങ്ങനെയുള്ളവർ പറയുന്നത് ഇങ്ങനെയാണ്. കൃഷ്ണനും ഇതുപോലെ ദേവകിയുടെ ഒക്കെ മകനല്ലേ, മനുഷ്യനായിട്ട് വന്നതല്ലേ എന്ന് ഈ അജ്ഞാനം കൊണ്ട് അഹങ്കാരം കൊണ്ടും പറയുന്നത്. അറിയാമെങ്കിലും അഹങ്കാരവും കാണും അവർക്ക്. അതുകൊണ്ട് അങ്ങനെ പറയും. നിന്നുടെ നാമസ്മരണയുള്ളവരുള്ളിൽ നന്നായി പ്രകാശിക്കും ആത്മപ്രബോധവും. അതായത് ഭഗവാന്റെ നാമം, രാമ, കൃഷ്ണ, ഗോവിന്ദ, ശ്രീരാമ ഇങ്ങനെയെല്ലാം പ്രാർത്ഥിക്കുന്ന നാമങ്ങൾ പറയുകയും അത് സ്മരണ, അങ്ങനെയുള്ള ഓർമ്മ നമ്മുടെ ഉള്ളിൽ ആർക്കുണ്ടോ അവർക്ക് എന്ത് കിട്ടും? നന്നായി പ്രകാശിക്കും. അതാണ്
ഈശ്വരൻ്റെ ഒരു മഹിമ ആ ഭക്തന് കൊടുക്കുന്നത്. അങ്ങനെ ഭഗവാനെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന, ഭഗവാൻ പരമാത്മാവാണെന്ന് ചിന്തിക്കുന്ന വിജ്ഞാനിയായ ഭക്തന്മാരെ ഉള്ളിൽ നന്നായി പ്രകാശിക്കും, ആത്മപ്രബോധവും ഉണ്ടാകും. ദുഷ്ടനാൻ രാവണൻ ഞങ്ങളുടെ പദം ഒട്ടൊഴിയാതെ അടക്കിനാൻ നിർദ്ദയം. അജ്ഞാനികൾക്ക് എന്ത് വരും? നന്മ ഉണ്ടാകത്തില്ല, അവർ ഇരുളിൽ കിടന്ന് വലയും. സുജ്ഞാനികളായിരിക്കുന്ന പരമാത്മാവിനെ അറിയുന്നവർക്ക് അവരുടെ ഉള്ളം പ്രകാശിക്കും, ബോധമൊക്കെ ഉണ്ടാകും. നഷ്ടനായാൻ അവനിന്ന് നിന്നാലിനി പുഷ്ടസൗഖ്യം വസിക്കാൻ തൊൽക്കരുണയാ. അതായത് ദുഷ്ടനാം രാവണൻ ഞങ്ങളുടെ പദം ഒട്ടൊഴിയാതെ അടക്കിനാൻ നിർദ്ദയം. നഷ്ടനായാൻ അവനിന്നും നിന്നാലിനി പുഷ്ടസൗഖ്യം വസിക്കാൻ തൊൽക്കരുണയാ. കാരണം ഈ സാധുക്കളെ എല്ലാവരുടെയും അടക്കി പിടിച്ച് വെച്ചിരുന്ന രാവണൻ അവനെ നിഗ്രഹിച്ചുകൊണ്ട് ഇനി അവൻ നഷ്ടനായി. അതുകൊണ്ട് ഇനി എന്താ നിന്നാലിനി ഈ ഭഗവാൻ ശ്രീരാമനെ വിചാരിച്ചുകൊണ്ടല്ലേ വിഭീഷണൻ ഇപ്പം നല്ലൊരു യഥാർത്ഥ ഒരു ജ്ഞാനിയല്ലേ. അതുകൊണ്ട് പുഷ്ടസൗഖ്യം വസിക്കാം തൊൽക്കരുണയാ. ഭഗവാന്റെ കരുണ കൊണ്ട് ഇപ്പോൾ അവിടെ അവർക്ക് നന്മയായി. ഒരു ശുദ്ധാത്മാവല്ലേ വിഭീഷണൻ. ദുഷ്ടനാൻ രാവണൻ ഞങ്ങളുടെ പദമൊക്കെ ഒട്ടൊഴിയാതെ അടക്കിനാൻ നിർദ്ദയം. ഒരു വിഷമം കൂടാതെ അവൻ എല്ലാവരുടെയും അങ്ങ് നിർദ്ദയമായിട്ട് പിടിച്ചടക്കി. അതുകൊണ്ട് നഷ്ടനായാൻ അവൻ ഇന്ന് ഇവിടെ ഇല്ല, ഭൂമി നിന്നൊക്കെ പോയി തുടച്ചു മാറ്റി. അതുകൊണ്ട് നിന്നാലിനി പുഷ്ടസൗഖ്യം വസിക്കാൻ തോൽക്കരുണയാ. ദേവകൾ ഇത്തം പുകഴ്ത്തും ദശാന്തരേ ദേവൻ വിരിഞ്ചനും വന്ദിച്ചു വാഴ്ത്തിനാൻ. വന്ദേ പദം പരമാനന്ദം അദ്വയം വന്ദേ പരമശേഷസ്ഥിതി കാരണം അധ്യാത്മജ്ഞാനികളാൽ പരിസേവിതം ചിത്തസത്താമാത്ര അവ്യയം ഈശ്വരം സർവഹൃദയസ്ഥിതം സർവജഗന്മയം സർവലോകപ്രിയം സർവജ്ഞ അത്ഭുതം രത്നകിരീടം രവിപ്രഭം കാരുണ്യ രത്നാകരം രഘുനാഥം രമാവരം രാജരാജേന്ദ്രം രജനിചരാന്തകം രാവണരെ അന്തകം വധിക്കുന്നതിനാണ് അന്തകൻ എന്ന് പറയുന്നത്. ദുഷ്ടന്മാരെ വധിച്ചതാണ് ഭഗവാൻ. ശ്രീരാമനെയാണ് ഈ പ്രാർത്ഥിക്കുന്നത്. രാജേന്ദ്രം രജനിസര അന്തകം രാജീവലോചനം രാവണനാശനം മായാപരാജം മായാമയം മനുനായകം മായാവിഹീനം മധുദ്വിഷം മാനവം മാനഹീനം മനുജോത്തമം മാധുര്യസാരം മനോഹരം മാധവം യോഗിചിന്യം സദാ യോഗിഗമ്യം മഹായോഗവിധാനം പരിപൂർണം അച്യുതം രാമം രമണീയരൂപം ജഗദഭിരാമം സദൈവ സീതാഭിരാമം ഭജേ. യുദ്ധം വിധാതൃസ്തുതി കേട്ടു രാഘവൻ. ഇതെല്ലാം ഭഗവാനെ ആരാ പ്രാർത്ഥിച്ച? വിരിഞ്ചൻ. ദേവന്മാരൊക്കെ എല്ലാം ഇങ്ങനെ ഇപ്പം ഭഗവാന്റെ കരുണയാൽ എല്ലാം സൗഖ്യമായല്ലോ. രാവണൻ ആരും എല്ലാവർക്കും ദോഷം, അതായത് ദേവേന്ദ്രന്മാർക്കും സാധുജനങ്ങൾക്കും ഭക്തന്മാർക്കും താപസന്മാർക്കും എല്ലാവർക്കും അവൻ ദോഷമായിരുന്നു. അവൻ നശിച്ചതുകൊണ്ട് നഷ്ടനായതുകൊണ്ട് ഇപ്പോൾ നിന്നാൽ സൗഖ്യമായി, ശ്രീരാമനാൽ സൗഖ്യമായി എല്ലാവർക്കും. ദേവന്മാരോട് സ്തുതിച്ചതാണ്. അവരുടെ ഭക്തി, അത്രത്തോളം ഭഗവാനോട് സ്നേഹം ഇതെല്ലാം കാട്ടി എത്രമാത്രം കഷ്ടപ്പെട്ടു ഇതൊക്കെ ഈ രാവണനെ വധിക്കാൻ വേണ്ടി. അത് ഒരുത്തനെ വധിക്കുന്നതിന് എത്ര പേരെ വധിക്കേണ്ടി വന്നു, അവൻ്റെ കൂട്ടുകാരെ മൊത്തം. അപ്പോൾ അത്രമാത്രം പ്രയത്നം അവിടെ ഉണ്ടായി. അതിനുവേണ്ടി ഈ ദേവന്മാരെല്ലാം ഭഗവാനെ പ്രാർത്ഥിച്ചതാണ്, വിരിഞ്ചൻ ഉൾപ്പെടെ, അത് ബ്രഹ്മാവ് ഉൾപ്പെടെ. ദേവന്മാർക്കിപ്പോൾ സന്തോഷമായി, സാധു ജനങ്ങൾക്ക് സന്തോഷമായി. കാരണം രാവണനെ അങ്ങോട്ടെടുത്ത് കളഞ്ഞിട്ട് ഇപ്പോൾ നല്ല ഭക്തനായ വിഭീഷണന് രാജ്യഭാരവും കൊടുത്തു, രാജാവാക്കി. എല്ലാം കൊണ്ടും അപ്പോൾ യുദ്ധം ഇങ്ങനെ വിധാതൃസ്തുതി, അതായത് ബ്രഹ്മാവിൻ്റെ വിധാതാവെന്ന് വെച്ചാൽ ബ്രഹ്മാവിൻ്റെ സ്തുതി കേട്ട് രാഘവൻ ശ്രീരാമൻ ചിത്തം ആനന്ദിച്ചിരുന്ന് അരുളുന്നേരം അങ്ങനെ സന്തോഷമായിട്ട് ഭഗവാൻ ആനന്ദിച്ചു. ഭഗവാനെ സ്തുതിക്കും ഭഗവാൻ സന്തോഷവും ആനന്ദവും ഉണ്ടാകും. ആ ആനന്ദമാണ് നമ്മളിലേക്കൊക്കെ ഒഴുകി വരുന്നത്. ഭഗവാൻ സന്തോഷിക്കുന്നതനുസരിച്ച് അതിൽ നിന്ന് കൂടെ ഭഗവാന്റെ കൃപ ഇങ്ങനെ ഒഴുകിക്കൊണ്ട് വരും. അത് നമ്മൾ നന്നായി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ ആനന്ദിച്ച് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അവിടെ നിന്ന് അറിയാതെ തന്നെ കൃപ ഇങ്ങനെ ഒഴുകി ആ ഭക്തനിലേക്ക് എത്തും. അതൊരു പ്രത്യേകതയാണ്. അതെന്തൊരു ആനന്ദം എന്നറിയാമോ? അങ്ങനെ ഭഗവാൻ ഈ സ്തുതിയൊക്കെ കേട്ട് ആനന്ദിച്ച് ഇരുന്നരുളുന്നേരം ആശ്രയാശൻ ജഗദാശ്രയ ഭൂതയ ആശ്രവത്സലയായ വൈദേഹിയെ, അതായത് ആശ്രയാശൻ എന്ന് വെച്ചാൽ അഗ്നിദേവൻ. ഇങ്ങനെല്ലാം ബ്രഹ്മാവും എല്ലാവരും സ്തുതിച്ചുകൊണ്ടിരുന്നപ്പം ദേവി, അതായത് ആശ്രയാശൻ തീയിലൊക്കെ ചാടി നിൽക്കുമല്ലയോ. അപ്പോൾ അഗ്നിദേവൻ എന്ത് ചെയ്തു? ജഗദാശ്രയ ഭൂതയ ആശ്രവത്സലയായ ഈ വൈദേഹിയെ, സീതയെ അഗ്നിദേവൻ കാഴ്ചയായി കൊണ്ടുവന്ന് ആശു വണങ്ങിനാൻ ആശ്ചര്യം ഉൾക്കൊണ്ട് നിന്നതെല്ലാവരും. അഗ്നിദേവൻ അങ്ങനെ സീതയെ പിടിച്ചുകൊണ്ടുവന്ന് കൊണ്ടുവിടെ നിർത്തി.
ആരുടെ മുമ്പിൽ? ആ ഭഗവാന്റെ മുമ്പിൽ കാഴ്ചയായി കൊണ്ടുവന്ന ആശു വണങ്ങിനാൻ. ആശ്ചര്യം ഉൾക്കൊണ്ടു നിന്നത് എല്ലാവർക്കും ആശ്ചര്യമായി. കാരണം തീ ചാടിയിട്ട് അതുപോലെ നിൽക്കുന്നെന്ന് വെച്ചാൽ ആശ്ചര്യമല്ലേ. ലങ്കേശ നിഗ്രഹാർത്ഥം വിപിനത്തിൽ നിന്ന് എങ്കൽ ആരോപിതയാകിയ ദേവിയെ ശങ്കാവിഹീനം പരിഗ്രഹിച്ചിടുക. സങ്കടം തീർന്നു ജഗത്രയത്തിങ്കിലും, ഈ ജഗത്രയത്തിൽ ഈ ലോകത്തിൽ എല്ലാവരുടെയും സങ്കടം തീർന്നു ശങ്കാവിഹീനം ഒരു വിഷമം കൂടാതെ പരിഗ്രഹിച്ചിടുക എന്ന് സീതയെ പരിഗ്രഹിക്കുമെന്ന് ശ്രീരാമനോട് അഗ്നിദേവൻ ഇങ്ങനെ പറയുന്നു. എങ്കൽ ആരോപിതയാകിയ ദേവിയെ അതായത് വിപിനത്തിൽ വെച്ച് ലങ്കേശ നിഗ്രഹാർത്ഥം വിപിനത്തിൽ നിന്ന് എങ്കൽ ആരോപിതയാകിയ ഈ ദേവിയെ ശങ്കാവിഹീനം പരിഗ്രഹിച്ചിടുക. സങ്കടം തീർന്ന് ജഗത്രയത്തെങ്കിലും പാവകനെ പ്രതി പൂജിച്ചു രാഘവൻ. അപ്പോൾ അത്രയും പറഞ്ഞപ്പോൾ പാവകൻ ഈ അഗ്നിദേവനെ ഭഗവാൻ ശ്രീരാമൻ പൂജിച്ച് ദേവിയെ മോദാൽ പരിഗ്രഹിച്ചിടിനാൻ. അങ്ങനെ ദേവിയെ ഭഗവാൻ ഏറ്റെടുത്തു. പങ്കേരുഹാഷനം ജാനകി ദേവിയെ സ്വാങ്കേ സമാവേശ ശോഭിച്ചത് ഏറ്റവും, അതായത് സ്വന്തം മടിയിൽ തന്നെ വച്ചു ഭഗവാന്റെ ശ്രീരാമൻ്റെ സ്വാങ്കേ സമാവേശ ശോഭിച്ചത് ഏറ്റവും. അങ്ങനെ ഭഗവാനും സീതയും നന്നായി ശോഭിച്ചു. കാരണം അർദ്ധനാരീശ്വരനല്ലേ ഈശ്വരൻ, പകുതി ഭഗവാൻ ശ്രീരാമൻ്റെ പകുതി അല്ലയോ ദേവി. അപ്പോൾ മടിയിലിരുത്തണ്ടേ, അങ്ങനെ ഇരുത്തി ഒന്നാവണ്ടേ. അപ്പോൾ അവിടെ എന്തുവന്നു? ശോഭിച്ചു. സ്വാങ്കേ സമാവേശ ശോഭിച്ചത് ഏറ്റവും, അത്രമാത്രം ശോഭയുണ്ടായി. ദേവി മഹാലക്ഷ്മി അമ്മ ദേവി അവിടെ വന്നു. ഇനി ദേവേന്ദ്ര സ്തുതി, മറ്റേ ബ്രഹ്മാവിനെ സ്തുതിയായിരുന്നു, ഇനി ദേവേന്ദ്ര സ്തുതി. സംക്രന്ദനൻ തഥാ രാമനെ നിർജ്ജരസംഖ്യേന സാർത്ഥം വണങ്ങി സ്തുതിച്ചതു. അതായത് ദേവസമൂഹത്തോടൊപ്പം ദേവേന്ദ്രനും ദേവന്മാരും എല്ലാം അവിടെ ചേർന്ന് സംഖ്യേന സാർത്ഥം കൂട്ടത്തോടെ ഭഗവാനെ ശ്രീരാമനെ വണങ്ങി സ്തുതിക്കുന്നു. രാമചന്ദ്രപ്രഭോ പാഹിമാം പാഹിമാം, രാമഭദ്രപ്രഭോ പാഹിമാം പാഹിമാം, ഞങ്ങളെ രക്ഷിപ്പതിനു മറ്റാരുള്ളതിങ്ങനെ കാരുണ്യ പീയൂഷവാരിധേ, അമൃതാകുന്ന പീയൂഷം ചൊരുന്ന കാരുണ്യവാരിധേ, ഇങ്ങനെ രക്ഷിപ്പാൻ മറ്റാരാണ് ഞങ്ങൾക്കുള്ളത്? ഒന്ന് ആലോചിച്ചാൽ പരമാത്മാവ് എല്ലാത്തിനും ആർക്ക് വേണമെങ്കിലും അദ്ദേഹം ഒറ്റ ഒരുത്തനല്ലേ, ഏകാത്മാവായ ഈശ്വരൻ. എപ്പോഴും ആ കരുണ ചൊരിഞ്ഞ് എല്ലാവരും രക്ഷിക്കാൻ ഇങ്ങനെ വരുന്നു, എന്തെല്ലാം ചെയ്യുന്ന അതൊക്കെ ഓർക്കുമ്പോൾ എത്രമാത്രം ഭക്തി നമുക്ക് ഭഗവാനോട് വേണം. നിൻ തിരുനാമ അമൃതം ജപിച്ചിടുവാൻ സന്തതം തോന്നണം എൻ പോറ്റി മാനസേ, നമ്മുടെ മനസ്സിൽ എപ്പോഴും ഭഗവാൻ നാമ അമൃതം ജപിക്കാൻ എപ്പോഴും നമ്മുടെ മനസ്സിൽ തോന്നണമേ പോറ്റി. നിൻ ചരിതാമൃതം കേൾപ്പാനും അനുദിനം, നിൻ ചരിതാമൃതം ചൊൽവാനും എപ്പോഴും എൻ ചെവി കൊണ്ട് കേൾപ്പാനും അനുദിനം യോഗം വരുവാനും അനുഗ്രഹിച്ചിടണം. അവരൊക്കെ ഇങ്ങനെ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ? നമ്മളൊക്കെ കീടമല്ലേ? ഇവിടെ ദേവന്മാരൊക്കെ പ്രാർത്ഥിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നും? നാണമില്ലേന്ന് തോന്നത്തില്ലയോ? എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അത്രയും ബ്രഹ്മാവും ദേവേന്ദ്രനെല്ലാം ഇങ്ങനെ പറയുന്നു, എപ്പോഴും ഭഗവാന്റെ നാമം കേൾക്കാനും അത് ചൊല്ലാനും മനസ്സിൽ ആനന്ദം ഉണ്ടാകും, എല്ലാം അങ്ങനെ വരണമേ പോറ്റി അനുഗ്രഹിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ആരെങ്കിലും ഇങ്ങനെ പറയുന്നോ? നമുക്കിങ്ങനെ വരണം എന്ന് പറയുന്നോ? എനിക്ക് എപ്പോഴും ഭഗവാനെ ചിന്തിക്കണം, മനസ്സിൽ സ്മരണ വേണം, അതുപോലെ പ്രാർത്ഥിക്കാൻ എനിക്ക് കഴിവ് തരണമേ ഭഗവാനെ എന്ന് നമ്മൾ ആരെങ്കിലും പറയുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. അങ്ങനെ നിൻ ചരിതാമൃതം ചൊൽവാനും എപ്പോഴും എൻ ചെവി കൊണ്ട് കേൾപ്പാനും അനുദിനം ദിനം യോഗം വരുവാനും അനുഗ്രഹിച്ചിരണം. ദേവന്മാരും അതായത് ദേവേന്ദ്രനും ദേവസമൂഹങ്ങളും എല്ലാവരും ചേർന്ന് പറയുന്നു. യോഗമൂർത്തേ ജനകാത്മജ വല്ലഭ, സീതയുടെ ഭർത്താവേ യോഗമൂർത്തേ ശ്രീ മഹാദേവനും നിൻ തിരുനാമങ്ങൾ രാമരാമേതി ജപിക്കുന്ന അന്വഹം. ഭഗവാന്റെ തിരുനാമങ്ങൾ രാമരാമേതി എന്ന് ആര് ജപിക്കുന്ന പറഞ്ഞ്? ശ്രീ മഹാദേവൻ പരമേശ്വരൻ പോലും അങ്ങനെ രാമരാമേതി ജപിക്കുന്നത് അന്വഹം. എന്നിട്ടാണ് നമ്മൾ ഈ പുഴുക്കീടങ്ങളായിരിക്കുന്ന ഈ മനുഷ്യർ അത് ചെയ്യാത്തത്. എല്ലാവരെയും കാര്യമല്ല പറയുന്നത്, 100-ൽ 10 പേരൊക്കെ അങ്ങനെ ചെയ്യുന്നവർ കാണും. ത്വൽപാദതീർത്ഥം ശിരസി വഹിക്കുന്നത് എപ്പോഴും ആത്മശുദ്ധിക്കു ഉമാവല്ലഭൻ. അതായത് ഉമാവല്ലഭൻ എന്ന് വെച്ചാൽ പരമശിവൻ, പാർവതിയുടെ പേരാണ് ഉമ. ഉമയുടെ ഭർത്താവായ പരമശിവൻ എന്ത് ചെയ്യുന്നു? ത്വൽപാദതീർത്ഥം, ശ്രീരാമൻ്റെയോ അല്ലെ ശ്രീകൃഷ്ണൻ്റെയോ പാദത്തിൽ കഴുകുന്ന തീർത്ഥം, ആ ജലം പരമശിവനായിരിക്കുന്ന ഭഗവാന്റെ തലയിൽ ശിരസിൽ അത് ഇത് ചെയ്യുന്നു, തീർത്ഥം തളിക്കുന്നു. ഈ ഭഗവാന്റെ ശ്രീരാമൻ്റെ പാദം കഴുകിയ തീർത്ഥജലം ശിരസി വഹിക്കുന്നു ആരാ? പരമശിവൻ. എപ്പോഴും ആത്മശുദ്ധിക്ക്, അത് എന്തിനാ? ആത്മശുദ്ധിക്ക് വേണ്ടിയിട്ട് ഉമാവല്ലഭൻ പരമശിവൻ
ഏവം പലതരം ചൊല്ലി സ്തുതിച്ചൊരു ദേവേന്ദ്രനോട് അരുൾ ചെയ്തു രാഘവൻ. ഇത്രയെല്ലാം ചൊല്ലിയപ്പോൾ ഭഗവാൻ ശ്രീരാമൻ ദേവേന്ദ്രനോട് പറയുന്നു, മൃത്യു വരിച്ച കപികുല വീരരെ അത്തൽ കളഞ്ഞു ജീവിപ്പിക്കുകയും വേണം. ഭഗവാൻ പറഞ്ഞു, ഈ മരിച്ച കുരങ്ങന്മാരെല്ലാം പെട്ടെന്ന് തന്നെ അത്തൽ കളഞ്ഞ് വിഷമം കളഞ്ഞവരെല്ലാം ജീവിപ്പിക്കണം. പക്വഫലങ്ങൾ കവികൾ ഭക്ഷിക്കുമ്പോഴൊക്കെ മധുരമാക്കി ചമച്ചിടുക. അവരെന്ത് മരങ്ങളിലൊക്കെ പിടിക്കുന്ന പഴങ്ങളൊക്കെ പുളിപ്പായാലും എന്തരായാലും കയ്പായാലും അവർ കഴിക്കുമ്പോൾ അത് മധുരമായി മധുരം ഉണ്ടാവണം. പക്വഫലങ്ങൾ കവികൾ ഭക്ഷിക്കുമ്പോഴൊക്കെ മധുരമാക്കി ചമച്ചിടുക. ഇതൊക്കെ ദേവേന്ദ്രൻ്റെ പണിയാണല്ലോ, ദേവേന്ദ്രനാണല്ലോ ഇതൊക്കെ നമുക്ക് തരുന്നതാണല്ലോ വിശ്വാസം. അതുകൊണ്ട് വാനരന്മാർക്ക് കുടിപ്പാൻ നദികളും തേനായി ഒഴുകണമെന്ന് കേട്ട് ഇന്ദ്രനും. അപ്പോൾ നമുക്ക് ദാഹം നമ്മൾ ഉപ്പിട്ട വെള്ളമോ പഞ്ചസാരട്ട വെള്ളമൊക്കെ നമ്മൾ കുടിക്കും, ഈ കുരങ്ങന്മാർക്ക് ആര് കൊടുക്കും? അങ്ങനെ എല്ലാ ജീവജാലങ്ങൾക്കും. അപ്പം ഇത്രയെല്ലാം യുദ്ധത്തിൽ ഭഗവാനെ സഹായിച്ച ഈ കുരങ്ങന്മാർക്ക് നദികളിൽ ഇപ്പോൾ കുടിക്കുമ്പോൾ തേനായിട്ട് തന്നെ ഇരിക്കണം ആ വെള്ളം. ഭഗവാൻ പറയുന്നതാണ് ദേവേന്ദ്രനോട്. അപ്പോൾ എല്ലാം ഇങ്ങനെ പറഞ്ഞപ്പോൾ കേട്ടിട്ട് ഇന്ദ്രൻ പറയുന്നു, തേനായി ഒഴുകണമെന്ന് കേട്ടപ്പോൾ ഇന്ദ്രനും എല്ലാം അരുൾ ചെയ്തവണ്ണം വരികെന്ന് കല്യാണം ഉൾക്കൊണ്ട് അനുഗ്രഹിച്ചിടിനാൻ. അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ദേവേന്ദ്രനും പറഞ്ഞു. നന്നായി ഉറങ്ങി ഉണർന്നവരെ പോലെ മന്നവൻ തന്നെ തൊഴുതാരവറുകളും. അപ്പോൾ കവീന്ദ്രനെ ജീവിപ്പിക്കണം. കവീന്ദ്രനല്ല, കവികളെ. ഇന്ദ്രൻ എന്ന് വെച്ചാൽ സുഗ്രീവനല്ലയോ? കവികളുടെ രാജാവെന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ, കവീന്ദ്രൻ. ഇന്ദ്രൻ എന്ന് പറയുമ്പോൾ അത് സുഗ്രീവനെ ആയിപ്പോവും. ഇത് കവികളെല്ലാം മരിച്ച് കുരങ്ങന്മാർ, അവരെ ജീവിപ്പിക്കണം. അതിന് അവർ ഇത് എങ്ങനെ ഉറങ്ങി എണീറ്റതുപോലെ അവരങ്ങ് എഴുന്നേറ്റ് എല്ലാവരും. നന്നായി ഉറങ്ങി ഉണർന്നവരെ പോലെ. നമ്മൾ നല്ല ഉറക്കത്തിൽ നിന്ന് എങ്ങനെ ഉണരുമ്പോൾ നമ്മൾ ചത്തിട്ട് എണീക്ക് നടക്കാമെന്നോ? ആണ്, ഉറങ്ങി നമ്മൾ എഴുന്നേറ്റു. അതുപോലെ ഒന്നും അറിയാതെ തന്നെ ഈ കുരങ്ങന്മാരെല്ലാം അങ്ങ് എഴുന്നേറ്റു. നന്നായി ഉറങ്ങി ഉണർന്നവരെ പോലെ മന്നവൻ തന്നെ തൊഴുതാരവറുകളും. അങ്ങനെ ഭഗവാൻ ചെന്നങ്ങ് തൊഴുത് ഇവരെല്ലാം. മന്നവൻ വെച്ചാൽ ഭഗവാൻ. ചന്ദ്രചൂടൻ പരമേശ്വരനും രാമചന്ദ്രനെ നോക്കി അരുൾ ചെയ്ത നേരം പരമേശ്വരൻ ഭഗവാനോട് പറയുന്നു, ശ്രീരാമനാണ് ഭഗവാൻ, പറയുന്നു, നിന്നുടെ താതൻ ദശരഥൻ വന്നിതാ നിന്നു വിമാനം അമർന്നു നിന്നെ കാൺമാൻ. നിന്റെ അച്ഛൻ പിതാവ് ദശരഥൻ അവിടെ വിമാനം അമർന്നു നിൽക്കുന്നു. ചെന്ന് വണങ്ങുക. അൻപോട് കേട്ടത് സ്വർഗത്തിലാണല്ലോ. ദേഹി അവിടെ ശരീരത്തിന് ദേഹമല്ലേ വസ്ത്രമല്ലേ പോയുള്ളൂ, ദേഹി ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് കാണാം അങ്ങനെ. അപ്പോൾ നിന്നുടെ താതൻ ദശരഥൻ വന്നിതാ നിന്നു വിമാനം അമർന്ന് നിന്നെ കാൺമാൻ ചെന്ന് വണങ്ങുക എന്ന അൻപോട് കേട്ടത് മന്നവൻ സംഭ്രമം കൊണ്ട് വണങ്ങിനാൻ. അങ്ങനെ ശ്രീരാമൻ ചെന്ന് വണങ്ങി. വൈദേഹിതാനും സുമിത്ര തനയനും ആദരവോട് വന്ദിച്ചു ജനകനെ. അനുജനും ഭാര്യയും പോയി. ഗാഠം പുണർന്നു നെറുകയിൽ ചുംബിച്ചു ഗൂഢനായൊരു പരമപുരുഷനെ. സൗമിത്രി തന്നെയും മൈഥിലി തന്നെയും പ്രേമപൂർണ്ണം പുണർന്ന ആനന്ദമഗ്നനായി ചിന്മയനോട് പറഞ്ഞു, ദശരഥ എൻ മകനായി പിറന്ന ഭവാനെ ഞാൻ. അപ്പോൾ പ്രേമം പൂർണ്ണം പറയുന്നു, പുണർന്ന ആനന്ദമഗ്നായിട്ട് പറയുന്നു. ചിന്മയനോട് പറഞ്ഞു ഭഗവാൻ ശ്രീരാമനോട് ദശരഥൻ പിതാവ് പറയുന്നു, എൻ മകനായി പിറന്ന ഭവാനെ ഞാൻ. എൻ്റെ മകനായി പിറന്നതല്ലയോ ശ്രീരാമൻ, ഭഗവാനല്ലേ? അതുകൊണ്ട് അങ്ങനെ പിറന്ന ഭഗവാനെ ഞാൻ. നിർമ്മലമൂർത്തിയെ ധരിച്ചു തിന്നാകയാൽ ജന്മമരണ ദുഃഖങ്ങൾ തീർന്നതു. അതുകൊണ്ട് എനിക്ക് നിർമ്മലമൂർത്തിയെ എനിക്ക് മകനായി വന്നതുകൊണ്ട് എനിക്ക് ജന്മവും മരണവും എല്ലാം തീർന്നു. ഇപ്പം സ്വർഗത്തല്ലേ, അല്ലെങ്കിൽ അങ്ങനെ പോയി ഇരിക്കുമോ? ഇപ്പം അവരെ ദേവന്മാരോട് ഇരിക്കാനുള്ള അവസരം കിട്ടിയില്ലേ? അതുകൊണ്ട് ജന്മമരണ അത് നമ്മൾ ആലോചിക്കണം. നമുക്കും അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കണേന്ന് നമുക്ക് പ്രാർത്ഥിക്കണം, അങ്ങനെ വരണേന്ന്. നല്ല അത് ഭഗവാനെ മകനായിട്ട് വന്നുകൊണ്ട് ഒന്നും പേടിക്കാതെ ചെല്ലാം. പക്ഷെ നമ്മളൊക്കെ നല്ല പ്രവൃത്തികളൊക്കെ ചെയ്യണം. അതുകൊണ്ട് ജന്മമരണാദി ദുഃഖങ്ങൾ തീർന്നതു. പിതാവ് പറഞ്ഞു, എൻ്റെ ജന്മവും അങ്ങനെയുള്ള മരണങ്ങളൊക്കെ ദുഃഖങ്ങൾ തീർന്നു, എനിക്ക് ഇങ്ങനെയുള്ള സ്ഥാനം കിട്ടിയല്ലോ. എന്താ കാരണം? ഭഗവാൻ എൻ്റെ മകനായി വന്നതുകൊണ്ട്. അത് പിതാവ് ഇങ്ങനെ പറയുന്നു. നിൻ മഹാമായ മോഹിപ്പിയായി എന്നെയും കൽമഷനാശന കാരുണ്യ ഭാര്യതേ. ഇനി ഭഗവാന്റെ മായ എന്നെ അകപ്പെടുത്തല്ലേ. എങ്ങനെയാ? നമ്മൾ ഒരു അല്പസമയം മതി, ഇച്ചിരി മതി നമുക്ക് ഈ മായയിൽ ഇറങ്ങി ചെല്ലും. നമ്മൾ അറിയാതെ തന്നെ അങ്ങോട്ടൊന്ന് പോയാൽ എന്താ, അതൊക്കെ ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും കാണുമ്പോൾ നമ്മുടെ മനസ്സങ്ങോട്ട് ഭ്രമിച്ചു പോയാൽ നമ്മൾ മായയിൽ അകപ്പെടും. അതുകൊണ്ട് എപ്പോഴും ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത് എന്താ? ഈ മായയെ വിട്ടു പിരിയുന്ന ആൾക്കാരുടെ കാര്യം, ഞാനിപ്പോൾ ഭക്തന്മാരുടെ കാര്യമാണ്. കഷ്ടപ്പെട്ട് എത്രയും നമ്മൾ തിരിച്ച് മാറി നിൽക്കും ഈ പ്രപഞ്ചത്തിൻ്റെ ആസ്വാദം വേണ്ടാത്ത കണക്ക്. പക്ഷേ തിരിച്ച് അതുപോലെ അങ്ങ് ചെല്ലുകയും ചെയ്യും. അതുകൊണ്ട് അങ്ങനെ എന്നെ മോഹിപ്പിക്കല്ലേ എന്ന് ഭഗവാനോട് പറയണം. അങ്ങനെ പറഞ്ഞാലേ, അല്ലെങ്കിൽ നമുക്ക് ഈ മുക്തിയായിരിക്കും നമ്മൾ വീണ്ടും കച്ചടയാവും, മായയിൽ അകപ്പെട്ടു പോകും. അതങ്ങനെ സ്വഭാവം അങ്ങനെ, അത് ഈ പ്രപഞ്ചം അങ്ങനെ നമ്മളെ കബളിപ്പിക്കും.
അതുകൊണ്ട് നിൻ മഹാമായ എന്നെ മോഹിപ്പിക്കരുതേ. കൽമഷനാശന കാരുണ്യവാരിധേ ഭഗവാനെ പ്രാർത്ഥിക്കുന്നു ഈ പിതാവ്. താതവാക്യം കേട്ടു രാമചന്ദ്രൻ തഥാമോദേന പോവാൻ അനുവദിച്ചിടിനാൻ. അങ്ങനെ അദ്ദേഹത്തിന് യാത്രയെ പോവാൻ അനുവദിച്ചു. ഇന്ദ്രാദിദേവകളോടും ദശരഥൻ ചെന്ന് അമരാവതി പുക്കുമരുവിനാൻ സ്വർഗത്തിലേക്ക് പോയി. സത്യസന്ധൻ തന്നെ വന്ദിച്ച് അനുജ്ഞയാ സത്യലോകം ചെന്ന് പുക്കു വിരിഞ്ചനും. കാത്യായനീ ദേവിയോടും മഹേശ്വരൻ പ്രീത്യ വൃഷാരൂഢനായി എഴുന്നള്ളി ഞാൻ. ഭഗവാനും കാത്യായനി പാർവതിയും കൂടെ വൃഷം കാളയാണല്ലോ, അവരുടെ കാളയുടെ പുറത്ത് വാഹനമായിട്ട് അവരും പോയി. ശ്രീരാമചന്ദ്ര നിയോഗേന പോയിതു നാരദനാദി മഹാമുനി വൃന്ദവും. എല്ലാവരും ശ്രീരാമൻ്റെ നിയോഗപ്രകാരം അവരൊക്കെ ഓരോരുത്തരായി പോയി. പുഷ്കരനേത്രനെ വാഴ്ത്തി നിരാകുലം പുഷ്കരചാരികളും നടന്നിടിനാർ. അങ്ങനെ എല്ലാവരും അങ്ങോട്ടൊക്കെ പോയി. അയോധ്യയിലേക്കുള്ള യാത്രയാണ്. ഇനി അവർ തിരിച്ച് അയോധ്യയിലേക്ക് വരുന്നതാണ്. മന്നവൻ തന്നെ വന്ദിച്ചപേക്ഷിച്ചതു. പിന്നെ വിഭീഷണനായ ഭക്തൻ മുത ദാസനാം എന്നെക്കുറിച്ച് വാത്സല്യം ഉണ്ടേതാനുമെങ്കിൽ അത്രവ സന്തുഷ്ടനായി മംഗലദേവതയാകിയ സീതയാ മംഗലസ്നാനവും ആചരിച്ചിരണം. അതായത് മേളമായിരുന്നു വിരുന്നും കഴിഞ്ഞ് ഇങ്ങ് നാളെ അങ്ങോട്ട് ആക്കി എഴുന്നള്ളുക. ഇന്ന് സ്നാനം കുളിയൊക്കെ കഴിഞ്ഞ് അല്പം എന്തെങ്കിലും നന്നായിക്കൊന്ന് കഴിച്ച്, അതായത് ആഹാരങ്ങളൊക്കെ ഒന്ന് ഇതുവരെ അങ്ങനെ ഒത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് മംഗള സ്നാനമൊക്കെ കഴിച്ച് മേളമായി ഇന്ന് ഒരു വിരുന്നൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നാളെ പോകാം. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്നോട് വിഭീഷണനായ ഭക്തൻ മുതാ പറയുന്നത് ദാസനാം. വിഭീഷൺ ദാസനാണല്ലോ ഭഗവാന്റെ. ദാസനാം എന്നെക്കുറിച്ച് നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ പറയണം, ഭഗവാൻ ദാസനും ദാസിയായ എന്നെക്കുറിച്ച് വാത്സല്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ വേണം അങ്ങനെ വേണം നമുക്കും പറയാം. ഇതുപോലെ ഇവിടെ അതാണ് ഭക്തി. എന്താ പറയുന്നത് ഇവിടെ? ഈ വിഭീഷണൻ ദാസനാകുന്ന എന്നെക്കുറിച്ച് വാത്സല്യമുണ്ട്, ഏതാനുമെങ്കിലും അല്പമെങ്കിലും എന്നെക്കുറിച്ച് അല്പം വാത്സല്യം ഭഗവാൻ ഉണ്ടെങ്കിൽ അത്രയവ സന്തുഷ്ടനായി മംഗളദേവതയായ സീതയാ മംഗളസ്നാനവും ആചരിച്ചിരണം. മേളമായി ഇന്ന് വിരുന്നും കഴിഞ്ഞ് ഇനി നാളെ അങ്ങോട്ടേക്ക് എഴുന്നള്ളുകയുമാ. അങ്ങനെ പറഞ്ഞു വിഭീഷണൻ. ഇന്ന് അവിടേക്ക് നിന്ന് ഇതൊക്കെ ചെയ്തിട്ട് പോകാം. ഭഗവാൻ അത് പറ്റത്തില്ല എങ്കിലും അവരുടെ ആഗ്രഹം അവർ പറഞ്ഞു. അതുകൊണ്ട് എന്താ ഒക്കാത്തെന്ന് വെച്ചാൽ സഹോദരൻ അങ്ങനെ അവിടെ കാത്തിരിക്കുന്നത് ഭരതൻ. അവന് എന്ന് വിഭീഷണൻ ചെന്നത് കേട്ടു മന്നവൻ താനും അരുളി ചെയ്തു. അപ്പോൾ ഭഗവാൻ വിഭീഷണനോട് പറഞ്ഞു, സോദരനായ ഭരതൻ അയോധ്യയിൽ ആധിയും പൂണ്ട് സഹോദരൻ തന്നോടും എന്നെയും പാർത്തിരിക്കുന്നു. ഞാൻ അവൻ തന്നോട് കൂടി ഒഴിഞ്ഞ അലങ്കാരങ്ങൾ ഒന്നും അനുഷ്ഠിക്കുക എന്നുള്ളതില്ലടോ. അതായത് എന്നെ സോദരനായ ഭരതൻ അയോധ്യയിൽ ആദി പൂണ്ടിരിക്കുകയാണ് സഹോദരനുമായിട്ട്. അത് ആരാ? ശത്രുഘ്നനുമായിട്ട് ആദി പൂണ്ട് അവിടെ ഇരിക്കുവാണ്. എന്നെയും പാർത്ത്, അത് ശ്രീരാമനെയും നോക്കി നോക്കി ഇങ്ങനെ ഇരിക്കുവാണ്. അതുകൊണ്ട് ഞാൻ അവൻ തന്നോട് കൂടാതെ, അവനില്ലാതെ, അവൻ തന്നോട് കൂടി ഒഴിഞ്ഞ അലങ്കാരങ്ങൾ, അവനില്ലാത്ത അലങ്കാരങ്ങൾ ഇദ്ദേഹം ചെയ്യത്തില്ല. ശ്രീരാമൻ അത് കാരണം ഭഗവാന്റെ പാദകം കൊണ്ടുവച്ച് ഭഗവാനെ മാത്രം കണ്ടും കേട്ടും പ്രാർത്ഥിച്ചും ഒരേ മനസ്സിലിങ്ങനെ ഒരു ഭക്തനും അല്ല ഒരു താപസനെ പോലെ ഇരിക്കുന്ന ഒരു വ്യക്തിയെ ഓർക്കാതെ ഇവിടെ സുഖമായിട്ട് കുളിച്ച് ഉല്ലസിച്ച് വിരുന്ന് കഴിക്കുമോ? ഭഗവാൻ ചെയ്യുമോ? സ്വന്തം ഒരു കുഞ്ഞാണ് കുട്ടിയെ, സ്വന്തം മകനെ എവിടെയും കൊണ്ടിരുന്നിട്ട് തള്ളയോ തന്തയോ വിരുന്ന് ഉണ്ണു? അവർക്ക് വിഷമമല്ലേ അത്? അതിനേക്കാളാണ് ഇത്. കാരണം അത് മക്കൾ കൂടെ ഉണ്ടെങ്കിൽ അത്ര വേണ്ടൂല. ഇത് ഇദ്ദേഹത്തിനെ തന്നെ കാത്തിരിക്കുന്ന ആദ്യം കൊണ്ടിരിക്കുന്ന ഒന്നും കഴിക്കാതെ വെറും പഴവർഗ്ഗങ്ങൾ മാത്രം കഴിച്ചുകൊണ്ടിരിക്കുക ഈ കുട്ടികൾ, ഈ മറ്റു ആഡംബരങ്ങളൊന്നും ഇല്ലാതെ ഒരു താപസനെ പോലെ. അപ്പോൾ ഭഗവാൻ അവിടെ എന്ത് ചെയ്യും? അവരെ പോയി കാണണ്ടേ? അവരോടൊപ്പമേ മറ്റാഹാരങ്ങൾ കഴിക്കൂ. അതുകൊണ്ട് സോദരനായ ഭരതൻ അയോധ്യയിൽ ആദ്യം പോണ്ട് സഹോദരൻ തന്നോടും എന്നെയും ഇങ്ങനെ ശത്രുഘ്നോടും കൂടി, അതാ സഹോദരൻ തന്നോടും എന്നെയും ശ്രീരാമനെയും പാർത്തിരിക്കുന്നത് ഞാൻ അവൻ തന്നോടുകൂടെ ഒഴിഞ്ഞ അലങ്കാരം ചെന്ന ഈ ആഡംബരങ്ങൾ, ഈ ആഹാരങ്ങൾ, സദ്യകൾ, ഇതൊക്കെ എന്ത് വേണം? അലങ്കാരങ്ങൾ ഒന്നും അനുഷ്ഠിക്കുക എന്നുള്ളതില്ലടോ. ചെന്നൊരു രാജ്യത്തിൽ വാഴുക എന്നുള്ളതും സ്നാനാശനാദികൾ ആചരിക്കുന്നതും അവനോട് കൂടിയേ ആവിതു. ഒരു രാജ്യത്തിൽ പോയി വാഴാനായാലും ഇങ്ങനെയുള്ള അശനങ്ങൾ കഴിക്കണമെങ്കിലും ഇങ്ങനെ കുളിച്ച് സുഖമായിരുന്ന് ആഹാരം ഇങ്ങനെ കഴിക്കണമെങ്കിലും അവനോട് കൂടിയേ ആവിതു. അത് ഭരതനോട് കൂടിയേ ഞാൻ ചെയ്യുകയുള്ളൂ. എത്രമാത്രം ഇത് ചിന്തിച്ചൊന്ന് വായിക്കണം. അപ്പോഴാണ് നമുക്ക് അതിനകത്തോട് അത് എന്താ അതിൻ്റെ ആ ഒരു രുചി, ആ ഒരു ആനന്ദം, ആ ഭഗവാന്റെ ആ ഒരു പറച്ചിൽ കേൾക്കുമ്പോൾ നമുക്ക് അത്രമാത്രം അങ്ങ് ഭഗവാനോട് എങ്ങനെ ഇരിക്കണം നമ്മൾ. എനിക്ക് അങ്ങനെ അങ്ങ് തോന്നുന്നു. അത്രമാത്രം ഞാൻ ഭഗവാനോട് അത്രമാത്രം എനിക്ക് എന്തോ പറയാൻ അറിയത്തില്ല. അങ്ങനെയാണ് ഈശ്വരൻ
സഹോദരനായാലും ഒരു ഭക്തനായാലും ഭഗവാൻ അങ്ങനെയാണ്. അതുകൊണ്ട് എന്ന് 14 സംവത്സരം തികയുന്നത് എന്നുള്ളത് പാർത്തവൻ വാഴുന്നു. എന്നാണ് 14 വർഷം തികയുന്നത്, ജ്യേഷ്ഠൻ വരാൻ എന്നിങ്ങനെ കാത്ത് 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 എണ്ണിയിരിക്കും. നമ്മളിപ്പോൾ കർക്കിടക 1-ാം തീയതി ഇന്നത് വായിച്ചു, 2-ാം തീയതി ഇന്നത് വായിച്ചു, അങ്ങനെ നമ്മൾ എണ്ണി 29 എത്ര ദിവസം വരെ ആയി. ഇനിയിപ്പം ഇന്നും നാളെയും കൂടെ ഉള്ളൂ, അപ്പം 31 ദിവസമാവും. അതുപോലെ 14 വർഷം കൊണ്ട് എണ്ണി ഇരിക്കുകയാണ് സഹോദരൻ. എന്ന് 14 സംവത്സരം തികയും എന്നത് ഉള്ളതും പാർത്തവൻ വാഴുന്നു. ചെന്നീല ഞാൻ അന്ന് തന്നെ എന്നാൽ അവൻ എന്ത് ചെയ്യും? ചെന്നീല ഞാൻ അന്ന് തന്നെ എന്നാൽ അവൻ വന്നിയിൽ ചാടി മരിക്കുമേ പിറ്റേന്നാൾ. അങ്ങനെയാണ് അവിടെ പറഞ്ഞിട്ട് ആ വനത്തിൽ പോയപ്പോൾ പറഞ്ഞിട്ട് വന്ന പിറ്റേന്ന് ഇന്ന് 14 തികയും നേരം വിളിക്കുമ്പോൾ എത്തണം, അല്ലെങ്കിൽ ഞാൻ പിറ്റേന്ന് വന്നിയിൽ ചാടി മരിക്കും എന്ന് പറഞ്ഞിട്ടാണ് പോയേക്കുന്നത്. അതുകൊണ്ട് അതുകൊണ്ട് ഉണർന്നതോ അതുകൊണ്ട് ഞാൻ വിഷമിക്കുന്നു. ഇപ്പോൾ വന്ന് സമയവും ഏറ്റവും അടുത്തങ്ങ് എത്രയും പെട്ടെന്ന് ചെന്നില്ലെങ്കിൽ സമയം അങ്ങ് പോകുന്നു. ഒരു ദിവസം തന്നെ പെട്ടെന്ന് അങ്ങ് പോകും. അതുകൊണ്ട് ചെന്നുകൊള്ളുവാൻ പണിയുണ്ട്, അതിന് മുന്നമേ നിന്നിൽ വാത്സല്യമില്ലാതെയും അല്ലമേ. നിന്നോട് സ്നേഹമോ വാത്സല്യം ഇല്ലാഞ്ഞിട്ടല്ല, സുഗ്രീവനോട് പറയുന്നു. സൽക്കരിച്ചിടു നീ സത്രം, അത് വിഭീഷണനും എല്ലാവരും ഉണ്ട്. സൽക്കരിച്ചിടു നീ സത്രം എന്നുടെ മർക്കട വീരരെ ഒക്കവേ സാദരം. അതുകൊണ്ട് എൻ്റെ കുരങ്ങന്മാരുണ്ടല്ലോ ഇവിടെ, അവരെയൊക്കെ നീ സൽക്കരിക്കൂ. പ്രീതി അവർക്ക് വന്നാൽ എനിക്കും വരും. അതാ നമുക്ക് ഈ കുരങ്ങന്മാരെന്നല്ല, ഭഗവാന്റെ മക്കളാണ് ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളും. വിശന്നിരിക്കുന്ന ഏത് ജീവജാലങ്ങൾക്കും നമ്മൾ കൊടുക്കുമ്പോൾ അത് ഭഗവാന് കൊടുക്കുന്ന തുല്യമാണ്. ഭഗവാൻ ആനന്ദിക്കും, ഭഗവാൻ ചിന്തിക്കും, ആ ജീവജാലങ്ങളെല്ലാം കഴിക്കുമ്പോൾ ഭഗവാന് വയറ് നിറയും. ആ ഭഗവാന്റെ കുഞ്ഞുങ്ങൾ വിശക്കുന്നതെന്ന് വെച്ചാൽ ആര് കൊടുക്കും? ഈ ജീവജാലങ്ങൾക്ക്. അങ്ങനെ നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഭഗവാൻ അറിയരുതാ. നമ്മൾ ഇല്ലെങ്കിൽ നമ്മൾ കൊടുക്കണ്ട, പക്ഷെ ഉള്ളത് നമ്മൾ കൊടുക്കണ്ടേ അവർക്കൂടെ. അപ്പോൾ അങ്ങനെ ഈ മർക്കട വീരരെയൊക്കെ നീ സാദരം, പ്രീതി അവർക്ക് വന്നാൽ എനിക്കും വരും, ഭഗവാനും വരും. അവരുടെ പ്രീതി എൻ്റെ പ്രീതിയാണ് എന്ന് കണ്ടു. പ്രീതി അതിനൊരു ചഞ്ചലമില്ല കേൾ, എന്നെ കനിവോട് പൂജിച്ച് അതിന് ഫലം വന്നുകൊണ്ടും കവിവീരരെ പൂജിച്ചാൽ, അതായത് ഭഗവാനെ കനിവോട് പൂജിച്ചതിൻ്റെ ഫലം വരും. കവിവീരരെ പൂജിച്ചാൽ, അവർക്ക് കൊടുത്താൽ ഭഗവാനെ പൂജിച്ചതിന് തുല്യമാണ്. പാന അശന സ്വർണ്ണ രത്നാംബരങ്ങളാൽ വാനരന്മാർക്ക് അലംഭാവം വരും വണ്ണം പൂജയും ചെയ്ത് കവികളുമായി ചെന്ന് രാജീവ നേത്രനെ കൂപ്പി വിഭീഷണൻ. അങ്ങനെ ഭഗവാൻ ചെന്ന് വിഭീഷണൻ കൂപ്പി. ലങ്കാ രാജാവാണല്ലോ, ആ വിഭീഷണാണല്ലോ പറഞ്ഞത്, ഇന്നത്തേക്ക് എന്നോട് വാത്സല്യമുണ്ടെങ്കിൽ ഭഗവാൻ ഇന്നിവിടെ കഴിഞ്ഞിട്ട് നാളെ പോകാം. അപ്പോൾ ഭഗവാൻ ഇത്രയെല്ലാം കാര്യങ്ങൾ പറഞ്ഞെടുത്ത്, കാര്യം ഇതൊക്കെയാണ്, എന്നെ പൂജിക്കുന്നതിന് പകരം കവികളെ പൂജിക്കൂ, അവർക്ക് കൊടുക്കൂ സന്തോഷമായിട്ട്, അത് എനിക്ക് തന്നതിന് തുല്യമാണ്. അത് നമ്മൾ ഇതൊക്കെ പാഠം പഠിക്കണം. നമുക്ക് ഈശ്വരനെ പ്രത്യേകം എടുത്ത് കൊടുക്കാൻ ഈശ്വരന് നമ്മുടെ അടുക്ക വരുന്നത് എങ്ങനെയാ? ഒരു പക്ഷിയോ എന്തോ അതല്ല, ഭഗവാന്റെ അംശമാണെന്ന് കരുതി അവർക്ക് ചെയ്യുന്നത് ഭഗവാൻ ചെയ്യുന്ന തുല്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ അവർ മതിയെന്ന ഭാവം വരുന്നത് പോലെ അവരതെല്ലാം അംഗീകരിച്ചു. അങ്ങനെ ആകട്ടെ എന്ന്. ക്ഷിപ്രം അയോധ്യയ്ക്ക് എഴുന്നള്ളുവാൻ പുഷ്പകമായ വിമാനവുമുണ്ടല്ലോ. ഭഗവാൻ പെട്ടെന്ന് പോകണം. അതിന് വിഭീഷണൻ പറഞ്ഞു, ഇവിടെ പുഷ്പകമെന്ന വിമാനം ഉണ്ടല്ലോ. രാത്രിഞ്ചരാധിപൻ യുദ്ധം ഉണർത്തിച്ച വാർത്ത കേട്ട ആസ്തയോടും പുരുഷോത്തമൻ, കാലത്ത് നീ വരുത്തിടുകന്നാനഥ, നമുക്ക് രാവിലെ അത് വരുത്തണം. അങ്ങനെ പറഞ്ഞ് അതനുസരിച്ച് വരുത്തി. പൗലസ്ത്യ യാനവും വന്ന് വന്ദിച്ചത്. അത് പുഷ്പകം വന്നു. അപ്പോൾ വന്ദിച്ചു. ജാനകിയോടും അനുജനോടും ചെന്ന് മാനവവീരൻ വിമാനവും ഏറിനാൻ. അവർ 3 പേരും കൂടെ വിമാനത്തിൽ കയറി. അർക്കാത്മജാതി കവിവരന്മാരോടും രക്തഞ്ചരാധിപനോടും രഘുത്തമൻ മന്ദസ്മിതം പൂണ്ടാരുള്ള ചെയ്തത് ആദരാൽ, മന്ദേതരം ഞാൻ അയോധ്യയ്ക്ക് പോകുന്നു, പെട്ടെന്ന് തന്നെ ഞാൻ പോകുന്നു. മിത്രകാര്യം കൃത്യമായതു നിങ്ങളാൽ. നമ്മുടെ ഈ മിത്രകാര്യങ്ങളെല്ലാം നമുക്ക് കൃത്യമായി, നിങ്ങൾ കാരണം എല്ലാം നമുക്ക് കൃത്യമായി വന്നു. ശത്രുഭയം ഇനി നിങ്ങൾക്കകപ്പെടാ, നിങ്ങൾക്കിനി ശത്രുക്കളെ കൊണ്ട് ഭയം ഉണ്ടാകത്തില്ല. മർക്കട രാജ സുഗ്രീവ മഹാമതേ. സുഗ്രീവൻ, അപ്പോൾ വിഭീഷണന്റെ കാര്യം അത്രയും കഴിഞ്ഞ് സുഗ്രീവന്റെ കാര്യം പറയുവാണ് ഭഗവാൻ. മർക്കട രാജനെന്ന് വെച്ചാൽ കുരങ്ങന്മാരുടെ രാജാവാണ് സുഗ്രീവൻ. അതുകൊണ്ട് കിഷ്കിന്ധ രാജ്യം ഭരിക്കുന്ന സുഗ്രീവനാണ്. ബാലി ആയിരുന്നു, ബാലിയെ വധിച്ചപ്പോൾ സുഗ്രീവന് കിട്ടി. അല്ലെങ്കിൽ ബാലി കുറ്റക്കാരനാണ്, സുഗ്രീവനെ വധിക്കാൻ ഇരുന്നത് കൊണ്ടാണ് ഇത് അങ്ങനെ സംഭവിച്ചത്, ബാലിയെ കൊല്ലാണ്ട് വന്നത്. അതുകൊണ്ട് മർക്കട രാജ സുഗ്രീവ മഹാമതേ, കിഷ്കിന്ധയിൽ ചെന്ന് വാഴുക നീ സൗഖ്യമായി. ആശരാധീശ വിഭീഷണ ലങ്കയിൽ പോയി വാഴുക നീയും ബന്ധുവർഗവും. അതുകൊണ്ട് വിഭീഷണൻ പോയി ലങ്കയിലും വാഴുക, സുഗ്രീവൻ കിഷ്കിന്ധ രാജ്യവും വാഴുക. കാകുൽസ്ഥൻ യുദ്ധം അരുൾ ചെയ്ത നേരത്ത് വേഗത്തിൽ വന്ദിച്ച് അവർകളും ചൊല്ലിനാർ, ഞങ്ങളും കൂടെ വിട കൊണ്ട് അയോധ്യയിൽ അങ്ങ് കൗസല്യാദികളെയും വന്ദിച്ച് മംഗലമാമാർ അഭിഷേകവും കണ്ട്
തങ്ങൾക്കുള്ളവിടെ വാണിടുവാനുണ്ടാക വേണം. തിരുമനസ്സെങ്കിലേ കുണ്ഠിതം ഞങ്ങൾക്ക് തീരൂ ജഗൽ പ്രഭു. ഞങ്ങൾക്കും ഭഗവാനോട് വരണം. കൗസല്യാദേവി എല്ലാവരും കണ്ട് വന്ദിക്കണം. എന്നിട്ട് ഭഗവാന്റെ അഭിഷേകം കാണണം. ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഞങ്ങളുടെ സ്ഥാനത്ത് വന്ന് ഇരുന്നോളാം. എന്നാലും ഞങ്ങളുടെ വിഷമം തീരൂ. നിങ്ങളുടെ കൂടെ വന്നെങ്കിലേ ഞങ്ങളുടെ കുണ്ഠിതം, അതായത് ഞങ്ങളുടെ കുണ്ഠിതം വെച്ചാൽ ഞങ്ങളുടെ വിഷമങ്ങൾ തീരണമെങ്കിൽ ജഗൽപ്രഭു അങ്ങയുടെ കൂടെ ഞങ്ങൾക്കും വരണം എന്ന് പറഞ്ഞു. അവർ മൂന്നുപേരും വിമാനത്തിൽ കയറിയപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾക്കും വന്ന്, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവിടെ ഒരു ദിവസം കഴിഞ്ഞെങ്കിൽ സങ്കടമില്ലായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്കും വന്ന് ഭഗവാന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണണം, ഭഗവാന്റെ അഭിഷേകം കാണണം, അമ്മയും മറ്റുള്ളവരെ കണ്ട് വന്ദിക്കണം. ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങളിഞ്ഞ് പോരുന്നോളാം. അങ്ങനെ തന്നെ നമുക്ക് അഭിമതം, അങ്ങനെ തന്നെ എന്ന് ഭഗവാൻ പറഞ്ഞു. നിങ്ങൾക്കും അങ്ങനെ തോന്നിയത് അത്ഭുതം. ഭഗവാൻ അങ്ങനെ ചിന്ത ഉണ്ടായിരുന്നത് അങ്ങനെ തന്നെയാണ് നമുക്ക് അഭിമതം, ഇഷ്ടമാണ്. നിങ്ങൾക്കും അങ്ങനെ തന്നെ തോന്നിയത് അത്ഭുതം തന്നെയാണ്. എങ്കിലോ വന്ന് വിമാനമേറിടുവിൻ, സങ്കടമെന്നിയേ മിത്രവിയോഗജം. അപ്പോഴും ഒരു വിഷമം കൂടാതെ വന്ന് കയറുവിൻ. സേനയാ സാർത്ഥം നിശാചര രാജനും വാനരന്മാരും വിമാനമേറിയിടിനാർ. സംസാരനാശന അനുജ്ഞയാ പുഷ്പകം ഹംസ സമന്വിത ഉൽപ്പതിച്ചു തഥാ. അത് അരയന്നം ബ്രഹ്മാവുമായി എന്ന പോലെ ഈ പുഷ്പകം ഉൽപ്പതിച്ചു. തഥാ നക്തഞ്ചരേന്ദ്ര സുഗ്രീവ അനുജപ്രിയ യുക്തനാൻ രാമനെ കൊണ്ട് വിമാനവും എത്രയും ശോഭിച്ചത് അമ്പരാന്തേ. തഥാ ഇവരെല്ലാവരും കൂടെ കയറി, സുഗ്രീവനും വിഭീഷണനും എല്ലാം കൂടെ കയറിയപ്പോൾ ആകാശം നല്ല ശോഭിച്ച്. എങ്ങനെയാണ് ശോഭിച്ചത്? മിത്രബിംബം കണക്കെ ധനദാസനം കണക്കേ. ധനദാസനം വെച്ചാൽ പുഷ്പകം സൂര്യബിംബം കണക്കേ പോകുന്നു. അതായത് ആകാശത്തിൽ കൂടെ ഈ വിമാനം പോയപ്പോൾ സൂര്യൻ്റെ ബിംബം എങ്ങനെയാണ് അതുപോലെ ശോഭിച്ചെന്നുള്ളതാണ്. പോകുന്നതിനകത്ത് ആരാണ്? അതുകൊണ്ടാണ് ഉത്സംഗ സീമനി വിന്യസ സീതാം ഭക്തവത്സലൻ നാല് ദിക്കും പുനരാലോക്യ വത്സേ ജനകാത്മജേ ശൃണു വല്ലഭേ സൽസേവിതേ സരസീരുക ലോചനി. അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്ത്? ഉത്സംഗ സീമനി ഭഗവാന്റെ മടിയിൽ സീതയെ ഇരുത്തിക്കൊണ്ടാണ് പോണത്. അപ്പോൾ നാല് ദിക്കിലും എല്ലാ ദിക്കും ദേവിയെ കാണിച്ചുകൊണ്ടാണ് ഇത് കാണൂ അത് കാണൂ എന്നെല്ലാം പറഞ്ഞു കൊടുക്കുക. വത്സേ ജനകാത്മജേ ശൃണു വല്ലഭേ സൽസേവിതേ സരസീരുക ലോചനി പശ്യ ത്രികൂടാചലോ ഉത്തമാംഗ സ്ഥിതം. കാണൂ ഈ അവർ താമസിച്ച ആ സ്ഥലങ്ങളൊക്കെ കാണും. ആരാ? സുഗ്രീവനൊക്കെ ത്രികുടാചലത്തിൽ കണ്ടല്ലോ. അതിന് ഉത്തമാംഗസ്ഥിത ഉച്ചയിൽ വലിയ പർവ്വതത്തിൻ്റെ വിശ്വവിമോഹനമായ ലങ്കാപുരം അത് കാണൂ. ഇത് ലങ്കയിലെ ത്രികുടാചലോ ഉത്തമാംഗസ്ഥിതം ലങ്കയിലെ അത് വിശ്വമോഹനമായ ലങ്കാപുരമാണ്. അത് കാണൂ. യുദ്ധാങ്കണം കാണാം. അതിലിങ്ങ് ശോണിത ആ യുദ്ധം കഴിഞ്ഞ സ്ഥലത്ത് നീ നോക്കൂ. അവിടെ ശോണിതം രക്തം കർദ്ദമ മാംസ അസ്ഥി പൂർണ്ണം ഭയങ്കരമാണ്. അത് രക്തവും കർദ്ദമന്മാരുടെ ഈ രാക്ഷസന്മാരുടെ മാംസവും അസ്ഥി എല്ലാവരുടെ കൂന കൂട്ടി കിടക്കുന്ന ഭയങ്കരമായിട്ട് കിടക്കുന്നത് കണ്ടില്ലേ? അത്രയും വാനര രാക്ഷസന്മാർ തമ്മിൽ എത്രയും ഘോരമായുണ്ടായ സങ്കരമായിരുന്നു, ഒരു യുദ്ധമായിരുന്നു. അത്രയും രാവണൻ വീണ് മരിച്ചതെന്ന് എൻ്റെ അസ്ത്രമേറ്റ ഉത്തമേ നിന്റെ കാരണം കൊണ്ട് എൻ്റെ അസ്ത്രം കൊണ്ട് രാവണൻ മരിച്ചതാണ് എന്ന് പറഞ്ഞു. അത്രയും രാവണൻ വീണ് മരിച്ചത് എൻ്റെ അസ്ത്രമേറ്റ് ഉത്തമേ ദേവി, എൻ്റെ അസ്ത്രം കൊണ്ടാണ് രാവണൻ മരിച്ചത്. അത് എങ്ങനെയാണ്? നിന്നുടെ കാരണം കൊണ്ടാണ്, നിന്നെ ഇവിടെ കൊണ്ട് വെച്ചതുകൊണ്ടാണ്. കുംഭകർണൻ മകരാക്ഷനും എന്നുടെ അമ്പ് കൊണ്ട് അത്രേ മരിച്ചതു വല്ലഭേ, അവരും എൻ്റെ അസ്ത്രം കൊണ്ടാണ് മരിച്ചത്. വൃത്രാരജിത്തും അധികായനും സൗമത്ത് തന്നെ അസ്ത്രമേറ്റുത്തമേ, സൗമത്ത് ലക്ഷ്മണനാണ് അവരെ വധിച്ചത്. വീണ് മരിച്ചതു. പിന്നെയും മറ്റുള്ള കൗണവന്മാരെ കവികൾ കൊന്നിടിനാൻ കുരങ്ങന്മാർ മറ്റുള്ളവരെയും കൊന്നു. സേതു ബന്ധിച്ചതും കാണടോ സമുദ്രത്തിൽ സേതു ബന്ധിച്ചത് നീ കാണൂ. ഹേതു അതിന് കാരണം. അപ്പോൾ സേതു ബന്ധിച്ചത് ആര് കാരണമാണ്? കാരണം ഹേതു ബന്ധിച്ചതിന് നീയല്ലയോ, അതിന് കാരണം നീയല്ലയോ. അതാ ഭഗവാൻ പറയുന്നതേ. സേതു ബന്ധിച്ചത് കാണടോ സാഗരെ, സമുദ്രത്തിൽ സേതു ബന്ധിച്ചത് നീ കാണൂ. അതിൻ്റെ ഹേതു ആരാണ് ബന്ധിച്ചതിന്? നീയല്ലയോ, സീത കാരണമാണ്. അത് ആ കാരണം ഹേതു. മറ്റേ സേതു അക്കരയ്ക്കര പോകാനുള്ള വഴി. അതിന് ആരാണ് കാരണക്കാരി? അതാണ് ഹേതു. ഹേതു ബന്ധിച്ചതിന് നീയല്ലയോ. സേതുബന്ധം മഹാതീർത്ഥം പ്രിയേ പഞ്ചപാതക നാശനം. 5 തരം പാതകത്തിന് നശിക്കുന്നതാണ് ഈ മഹാതീർത്ഥം. ത്രൈലോക്യ പൂജിതമാണ്. കണ്ടാലും ഉണ്ടാകും ദുരിത വിനാശനം. അത് കണ്ടാൽ നമുക്ക് നമ്മുടെ ദുരിതം നശിച്ചു പോകും. അത്രമാത്രം ആണ്. കണ്ടാൽ മതി.
കണ്ടാലും അങ്ങ് അതിനത്ര രാമേശ്വരം അത് കാണൂ രാമേശ്വരം. എന്നാൽ പ്രതിഷ്ഠിതനായ മഹേശ്വരൻ പന്നകഭൂഷണൻ തന്നെ വണങ്ങൂ. നീ അവിടെ ഭഗവാൻ പന്നകഭൂഷണൻ അവിടെ അത് നോക്കൂ, അതിനെ വണങ്ങൂ. അത്ര വന്ന് എന്നെ ശരണമായി പ്രാപിച്ചത് ഉത്തമനായ വിഭീഷണൻ വല്ലഭേ. പുഷ്കര നേത്രേ പുരോഭുവി കാണടോ കിഷ്കിന്ധയാകും കവീന്ദ്രപുരീമിമാം. ഇവിടെ നോക്കൂ, ഇത് പുഷ്കര നേത്രേ പുരോഭുവി കാണടോ, ഇത് കിഷ്കിന്ധയാണ്. കവീന്ദ്രപുരീമിമ അത് കുരങ്ങന്മാരുടെ സ്ഥലമാണ്, പുരമാണ്. ശ്രുത്വ കേട്ട് മനോഹര ഭർത്തൃവാക്യം മുതൽ ഈ ഭഗവാന്റെ ശ്രീരാമൻ്റെ ഈ വാക്യങ്ങൾ കേട്ടു പൃഥ്വീസുതയും അപേക്ഷിച്ച് തന്നേരം. അങ്ങനെ ഭഗവാനോട് ഈ പറഞ്ഞെല്ലാം കേട്ടപ്പം സീത പറയുന്നു, താരാദിയായുള്ള വാനര സുന്ദരിമാരെയും കണ്ടങ്ങ് കൊണ്ടുപോയിടണം. കാരണം ഈ സുഗ്രീവനൊക്കെ എത്ര നാളുകൊണ്ടേ ഭഗവാനോടൊപ്പം നിൽക്കുന്നു, അവരുടെ ഭാര്യമാരെല്ലാം അവിടെ അവരുടെ വീട്ടിലല്ലേ എത്ര നാളെ കണ്ടത്, അതുകൊണ്ട് നമുക്ക് അവരുടെ ഭാര്യമാരെ കൂടെ കൊണ്ടുപോകാം. പൃഥ്വീസുതയും അപേക്ഷിച്ച് അന്നേരം താരാദിയായുള്ള വാനര സുന്ദരിമാരെയും കണ്ടങ്ങ് കൊണ്ടുപോയിടണം. കൗതൂഹലം അയോധ്യാപുരിവാസിനാം ചേതസി പാരമുണ്ടായവരും നിർണയം. വാനരവീരനും ഒട്ടുനാൾ ഉണ്ടല്ലോ മാനിനിമാരെ പിരിഞ്ഞിരുന്നിടുന്നു. അവരും ഒരുപാട് പിരിഞ്ഞിരിക്കല്ലേ. ഭർത്തൃവിയോഗജം ദുഃഖം ഇന്നോളം ഈ ത്രിലോകത്തിൽ ആരറിഞ്ഞിട്ടുള്ളൂ എന്നെപ്പോലെ ഈ ഭർത്തൃവിയോഗം. എന്നെപ്പോലെ ഈ 3 ലോകത്തിൽ വെച്ച് ആരാ എന്നെപ്പോലെ ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ഇത്രയും വർഷം ഒറ്റയ്ക്കിരുന്ന് കാത്തിരുന്നല്ലയോ സീത. എന്നാൽ ഇവരുടെ വല്ലഭമാരെയും ഇന്ന് തന്നെ കൂട്ടിക്കൊണ്ടു പോയിരണം. അവരും ഇതുപോലെ ദുഃഖിച്ചിരിക്കുകയല്ലേ കുറച്ച് നാളുണ്ടേ. രാഘവൻ ത്രൈലോക്യ നായകനുള്ളിൽ ഉള്ള ആകൂതം അപ്പോൾ അറിഞ്ഞു വിമാനവും. വിമാനം അങ്ങനെ താഴ്ത്തി ഈ മനസ്സിൽ ഇങ്ങനെ വന്നപ്പോൾ ആകൂതം അപ്പോൾ അറിഞ്ഞ് വിമാനവും ക്ഷോണീതലം നോക്കി മന്ദമന്ദം തഥാ താണത് കണ്ടാരുൾ ചെയ്തു. രഘുത്തമൻ താഴേക്ക് ഇറങ്ങി ഈ ഭാര്യമാരെ കൂടെ കൊണ്ടുപോകാൻ. വാനരവീരരെ നിങ്ങൾ നിജ മാനിനിമാരെ വരുത്തു, വിനേ വരും. എല്ലാവരും അവരെ വരുത്തു. മർക്കടവീരർ അത് കേട്ടു മോദേന കിഷ്കിന്ധ പൊക്കു നിജാംഗനമാരെയും പോകുന്ന ചൊല്ലി വിമാനം കരേറിനാർ. ശാഖാമൃഗാധിപന്മാരും കരേറിനാർ. താരാർമകളായ ജാനകീദേവിയും താര രുമാദികളോട് മോദാൻ. താര ബാലയുടെ അത് അങ്കദന്റെ അമ്മ താര, രുമ സുഗ്രീവന്റെ ഭാര്യ. അതുകൊണ്ട് താരാർമകളായ ഈ ജാനകീദേവിയും താര രുമാദികളോടും മോദാൻ സന്തോഷത്തോടെ ആലോകനാലാപ മന്ദഹാസാദി ഗാഠാലിംഗനം ഭ്രൂശലനാദികൾ കൊണ്ട് സംഭാവനം ചെയ്തവരുമായി വേഗേന സംപ്രീതി പൂണ്ട് തിരിച്ചു വിമാനവും. വിശ്വനായകൻ ജാനകിയോട് അരുളി ചെയ്തതു പരമാനന്ദ സംയുതം. പശ്യ മനോഹരേ ദേവി വിചിത്രമാം ഋഷ്യമൂകാചലം ഉത്തുംഗം എത്രയും അത്രവ വൃത്രാരിപുത്രനെ കൊന്നതും മുഖതാങ്ങി പഞ്ചവടി നാം ഇരുന്നേടം. നമ്മൾ പഞ്ചവടിയിൽ ഇരുന്നില്ലയോ സീതയായിട്ട് അവിടെ കുറേ നാളവിടെ ഇരുന്നില്ലയോ, പിന്നെ അവിടെ നിന്നല്ലേ ഇവൻ കട്ടുകൊണ്ട് പോയത്. അപ്പോൾ നമ്മൾ ഇരുന്ന സ്ഥലമാണ് ഈ പഞ്ചവടി. ഈർഷ്യമുഖാതലമൊക്കെ ഉത്തുംഗം എത്ര ഇതൊക്കെ കാണൂ. പശ്യ മനോഹരെ ഇതൊക്കെ വിചിത്രമാണ്, ഇതൊക്കെ കാണൂ. വന്ദിച്ചു കൊള്ളുക അഗസ്ത്യാശ്രമം ഭക്തി പൂണ്ടിന്തി വരാക്ഷി സുധീഷ്ണാശ്രമത്തെയും. ഇതൊക്കെ വന്ദിച്ചു കൊള്ളുക. ഈ പോകുന്ന വഴിക്ക് ചിത്രകൂടാചലം പണ്ടു നാം വാണേണ് അത്രയവ കണ്ടു ഭരതനെ നാമടോ. നമ്മൾ അവിടെ വെച്ചാണ് ഭരതൻ വന്നത്. ഇവിടെ നെല്ലാടെ അയോധ്യ നെല്ലാടെ ഭഗവാനെ കാണാൻ പോയി. പിതാവ് മരിച്ചപ്പം ഭരതനെല്ലാം കൂടെ ശ്രീരാമടക്കിലേക്ക് പോയല്ലോ. രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. വനത്തി ഭരതൻ പൊക്കോളം പറഞ്ഞ ഓരോ വാക്കർക്ക് കൊണ്ട് അവസാനം പാതകം കൊണ്ടാണ് തിരിച്ചു പോരുന്നത്. ആ ഭാഗമാണ്. അത്ര കണ്ടു ഭരതനെ നാമടോ. ഭദ്രേ മുതാ ഭരദ്വാശ്രമം കാണുക. ശുദ്ധികരം യമുനാതട ശോഭിതം. ഗംഗാനദി അതിനങ്ങ് ഗംഗാനദി അങ്ങ് ശൃംഗിവേരൻ ഗുഹൻ വാഴുന്ന നാടോ. പിന്നെ സരയൂ നദി അതിനങ്ങേത് ധന്യം അയോധ്യ നഗരം മനോമോഹരെ. അതായത് അവിടെ കാണുന്നതെല്ലാം ഇന്നതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അയോധ്യയാണ്. അത് അയോധ്യ നഗരം മനോഹരെ. ഇങ്ങനെ സീതയ്ക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുത്ത് വിമാനത്തിൻ്റെ മണ്ടയെല്ലാം കാണാമല്ലോ, മുകളിൽ നിന്നാകുമ്പോൾ എല്ലായിടം കാണാം. എന്നിട്ട് ഭഗവാൻ അവിടെ പിന്നെ ഒരു ആശ്രമത്തിൽ ഇറങ്ങുവാണ്. അവിടെ നിന്ന് പറയും അവിടെ അപ്പുറത്തപ്പുറത്ത് ഇന്ന നദിയാണ്, അവിടെ ഇതാണ്, പിന്നെ ഗുഹൻ്റെയാണ്, പിന്നെ അത് കഴിയുമ്പോൾ നമുക്ക് അയോധ്യയാണ് മനോഹരെ. ഇങ്ങനെ പറഞ്ഞിട്ട് ഇത്തം അരുൾ ചെയ്ത നേരത്ത് രാഘവൻ ചിത്തമറിഞ്ഞാശുതാണ് വിമാനവും. ഭഗവാന്റെ ചിത്തം മനസ്സറിയുമ്പം വിമാനം താണു വിമാനവും വന്ദിച്ചതു ഭരദ്വാജ മുനീന്ദ്രനെ നന്ദിച്ച് അനുഗ്രഹം ചെയ്തു മുനീന്ദ്രൻ. അങ്ങനെ ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിൽ അവരിറങ്ങി. മണ്ടയുന്നുണ്ട് ഇതൊക്കെ
ഗുഹൻ്റെ അതൊക്കെയാണെന്ന് പറഞ്ഞു കൊടുത്തതാ. എന്നിട്ട് ഭഗവാൻ അവിടെ ഭരദ്വാജൻ്റെ ആശ്രമത്തിൽ ചെന്നിട്ട് അപ്പോൾ നന്ദിച്ച് അനുഗ്രഹം ചെയ്ത മുനീന്ദ്രനും രാമനും ചോദിച്ചതപ്പോൾ അയോധ്യയിൽ ആമയം ഏതും ഒന്നല്ലേ മുനി? അയോധ്യയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ വിഷമമുണ്ടോ? ആമയം വിഷമങ്ങളും ഉണ്ടോ മുനി? മാതുജനത്തിനും സൗഖ്യമല്ലേ? മമ സോദരന്മാർക്കും ആചാര്യജനത്തിനും എല്ലാവർക്കും സൗഖ്യമാണോ? അവർക്ക് അറിയാം എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ഭരദ്വാജ മുനിക്ക് ജ്ഞാനദൃഷ്ടിയുണ്ട്, എന്തും കണ്ടുപിടിക്കാൻ അറിയാം. അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടോ? താപസശ്രേഷ്ഠൻ അരുളി ചെയ്ത് അന്നേരം താപം ഒരുവർക്കും ഇല്ല അയോധ്യാപുരയിൽ ഒരു വിഷമമില്ല, നന്നായിരിക്കുന്നു എന്ന് തന്നെ മഹാമുനി ശ്രീരാമനോട് പറഞ്ഞു. നിത്യം ഭരത ശത്രുഘ്ന കുമാരന്മാർ ശുദ്ധമാകം ഫലമൂലവും ഭക്ഷിച്ച് ഭക്ത്യ ജടാവൽക്കലാദികളും പൂണ്ട് സത്യസ്വരൂപനാ നിന്നെയും പാർത്ത്. ഭരതശത്രുന്മാരെല്ലാം ഇതുപോലെ തന്നെ ശുദ്ധമാകും ഫലമൂലമൊക്കെ ഭക്ഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഭക്ത്യ ജഡവൽക്കലാദികളൊക്കെയാണ് അവർ ധരിച്ചിരിക്കുന്നത്. സത്യസ്വരൂപനായി നിന്നെയും പാർത്ത് ശ്രീരാമനെയും പാർത്ത് അവരങ്ങനെ കഴിയുന്നു. സിംഹാസന പാതകവും വച്ചിട്ടുണ്ട്, ഭഗവാന്റെ പാതകവും അവർ തന്നെ വച്ചേക്കുന്നു. അങ്ങനെ പൂജിച്ച് മോഹം ത്യജിച്ച് പുഷ്പാഞ്ജലിയും ചെയ്ത് എല്ലാ മോഹങ്ങളും ഈ ലൗകികമായ മോഹമെല്ലാം ത്യജിച്ചിട്ട് അവർ പുഷ്പാഞ്ജലിയും ചെയ്ത് കർമ്മങ്ങളെല്ലാം അതിങ്ങൾ സമർപ്പിച്ചു. എല്ലാ കർമ്മവും ഭഗവാനിൽ സമർപ്പിച്ചു. ആ പാതകമായിരിക്കുന്ന പാതകം ഭഗവാന്റെ പാദത്തിൽ തന്നെ എല്ലാം സമർപ്പിക്കുന്നത്. അത് ഈ ശ്രീരാമനാണെന്നാണല്ലോ അവരുടെ സങ്കല്പം. സമ്മതന്മാരായിരിക്കുന്നത് എപ്പോഴും പ്രസാദത്തിൽ അറിഞ്ഞിരിക്കുന്നതു. കർമ്മങ്ങളെല്ലാം അതിങ്ങൾ സമർപ്പിച്ച് സമ്മതന്മാരായിരിക്കുന്നത് എപ്പോഴും പ്രസാദത്തിൽ അറിഞ്ഞിരിക്കുന്നതോ ചില പുരുഷ പ്രഭോ വൃത്താന്തമൊക്കവേ ഞാൻ. അതായത് ഭഗവാന്റെ പ്രസാദം കൊണ്ടാണ് ഞാനിതെല്ലാം അറിയുന്നതെന്ന്. ശ്രീരാമ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഈ മഹാമുനി ഇതെല്ലാം മനസ്സിലാക്കുന്നു. സീതാഹരണവും സുഗ്രീവ സഖ്യവും യാതുധാനന്മാരൊക്കെ വധിച്ചതും സമയം പോയോ? യാതുധാനന്മാരെയൊക്കെ വധിച്ചതും യുദ്ധപ്രകാരവും മാരുതി തന്നെ യുദ്ധപരാക്രമവും കണ്ടിതൊക്കവേ ആദിമധ്യാന്തമില്ലാതെ പരബ്രഹ്മമേതും തിരിക്കരുത് അതൊരു വസ്തു നീ. ഈ ആദി മധ്യവും അന്തമില്ലാത്ത പരബ്രഹ്മ വസ്തുവാണ്, ആർക്കും തിരിക്കാൻ പറ്റുന്നതല്ല. ആ ഒരു നിഷ്കള വസ്തു ബ്രഹ്മമാണ് നീ അത് ശ്രീരാമൻ. സാക്ഷാൽ മഹാവിഷ്ണു നാരായണനായ മോക്ഷപ്രദൻ നിന്തിരുടെ നിർണയം. ലക്ഷ്മി ഭഗവതി സീതയാകുന്നത് ലക്ഷ്മണനായത് അനന്തൻ. ജഗൽപ്രഭു ഇതിന് പറഞ്ഞു തരണോ അനന്തൻ ആരാണെന്ന്? ഇന്നു നീ ശുദ്ധമാക്കണം മമാശ്രമം, എൻ്റെ ആശ്രമം നീ ഇന്ന് ശുദ്ധമാക്കണം. ചെന്ന് അയോധ്യാപുരം ബുക്ക് ചെയ്ത് അടുത്ത നാൾ നിനക്ക് പോകാം. ഇവിടെ നിന്ന് ഇവിടെ കഴിയണം, ഇന്ന് ഇവിടെ ശുദ്ധമാക്കണം. കർണാമൃതമാ മുനിവാക്ക് കേട്ടുപോയി പർണശാല അകം ബുക്ക് ചെയ്തു. രാഘവൻ ഈ ചെവിക്ക് അമൃതമാകുന്ന ഈ വാക്ക് കേട്ടിട്ട് ഞാൻ സ്പീഡിന് വായിക്കേണ്ട അമൃതമായിട്ട് തോന്നില്ല. ഈ സമയം പോയാൽ പിന്നെ ഇങ്ങനെയാ, പിന്നെ ഒന്നും തിരിയത്തില്ല. അങ്ങനെ ഈ വാക്കെല്ലാം കേട്ടപ്പോൾ പർണശാലയ്ക്ക് അകത്ത് ഭഗവാൻ ബുക്ക് ചെയ്തു. ഇന്ന് പോകുന്നില്ല. പൂജിതനായി ഭ്രാതും ഭാര്യ സമന്വിതം രാജീവനേത്രൻ പ്രീതി പൂണ്ടിടിനാൻ. അങ്ങനെ പൂജിതനായി ഭാര്യ സമന്വിതം. അതായത് ഭ്രാതു ആരാണ്? ലക്ഷ്മണൻ, ഭാര്യ സീത. ഒരു മൂന്നുപേരും കൂടെ സന്തോഷമായിട്ട് തന്നെ അവിടെ പ്രീതി പൂണ്ടിടിനാൻ. ഹനുമൽ ഭരത സംവാദം. അപ്പം ഇവിടെ അവർ നിർത്തിക്കൊണ്ട് ഹനുമാൻ അങ്ങ് പോയി വിട്ടു. അതാണ് ഇനി പറയാൻ പോണത്. അപ്പം അവിടെ ചെല്ലാതിരുന്നാൽ പറ്റത്തില്ലല്ലോ, ഭരതനെ ചെന്ന് വിവരം അറിയിക്കണ്ടേ. അപ്പം നേരത്തെ കൂട്ടി ഹനുമാൻ അങ്ങ് ചെന്നാൽ കാര്യങ്ങളെല്ലാം അവിടെ പറഞ്ഞ് അറിയുകയും ചെയ്യാൻ ഇവരെല്ലാം ചെല്ലും. പിന്നെ ഒന്നേന്ന് പറയുകയും വേണ്ട നടന്ന സംഭവങ്ങളൊക്കെ. അത് നേരത്തെ കൂട്ടി ഹനുമാനെ അങ്ങ് പറഞ്ഞു വിടുവാണ്. അതാണ് ഇനി ഹനുമൽ ഭരത സംവാദം. കാരണം ശ്രീരാമനൊക്കെ ഈ ഭരത മുനിയുടെ അവിടെ നിൽക്കുവാണ്. പിന്നെ മുഹൂർത്തം മാത്രം നിരൂപിച്ചത്. അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്ത് ഭരതാശ്രമത്തിൽ കയറിയിട്ട് പെട്ടെന്നൊന്ന് തീരുമാനമെടുത്ത് മുഹൂർത്തം മാത്രം തീരുമാനിച്ചു. എന്താ തീരുമാനിച്ചത്? സ്വന്താൻ അനിലാത്മജനോട് രാഘവൻ തീരുമാനിച്ചു. ഭഗവാൻ ഹനുമാനോട് പറയുന്നു, ചെന്ന് അയോധ്യാപുരം പ്രാപിച്ച സോദരൻ തന്നെയും കണ്ടു വിശേഷം അറിഞ്ഞു നീ വന്നിടുക. എന്നോട് വൃത്താന്തവും ഒന്നൊഴിയാതെ അവനോട് ചൊല്ലണം. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഹനുമാൻ ചെന്ന് എല്ലാം അവനോട് ഭരതനോട് പറയണം. എന്നിട്ട് പോകുന്ന നേരം ഗുഹനെയും ചെന്ന് കണ്ട് ഏകാന്തമായി അറിയിച്ചിടുന്ന അവസ്ഥകൾ. അതായത് പോകുന്ന വഴിക്ക് വെള്ളത്തിൽ നിന്ന് വെള്ളം കയറണമല്ലോ പോകാൻ. അപ്പോൾ ഗുഹൻ്റെ അവിടെ ചെല്ലണമല്ലോ. അതുകൊണ്ട് ഏകമായി അയാളോട് മാത്രമായി പറയണം നടന്ന സംഭവങ്ങളൊക്കെ ഇവിടുന്ന് ഇങ്ങനെ തിരിച്ചിട്ടുണ്ടെന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ പോകുന്ന നേരം ഗുഹനെയും ചെന്ന് കണ്ട് ഏകാന്തമായി അറിയിച്ച അവസ്ഥകൾ ഒറ്റയ്ക്ക് തന്നെ അറിയിക്കണം. രണ്ടുപേർ ചേർന്നല്ല പറയേണ്ടത്, അയാളെ ഏകാന്തമായി വിളിച്ച് പറയണം. മാരുതി മനുഷ്യവേഷം ധരിച്ചു പോയി ശ്രീരാമവൃത്തം ഗുഹനെയും കേൾപ്പിച്ചു. അങ്ങനെ മനുഷ്യവേഷത്തിലാണ് പോയേക്കുന്നത്. ഹനുമാൻ അങ്ങനെ ഒരു ശക്തിയുണ്ട്. സത്വരൻ ചെന്നു നന്ദി ഗ്രാമം ഉൾപ്പൊക്കു ഭക്തനായിടും ഭരതനെ കൂപ്പിന. അങ്ങനെ അവിടുന്ന് യഥാർത്ഥത്തിൽ അങ്ങ് പോയി.
നന്ദിഗ്രാമത്തിലേക്ക് പോയി അയോധ്യയിൽ. പാതകവും വച്ച് പൂജിച്ച് അനാരദം ചേതസ രാമനെ ധ്യാനിച്ച് ശുദ്ധനായി സോദരനോടും അമാത്യജനത്തോടും ആദരപൂർവ്വം ജടാവൽക്കലം പൂണ്ടുമോ മൂലഫലവും ഭുജിച്ച് കൃശാങ്കനായി ശരീരമൊക്കെ ഉണങ്ങിപ്പോയി. എപ്പോഴും പഴങ്ങളല്ലേ കഴിക്കുന്നുള്ളൂ. മൂലഫലവും ഭുജിച്ചു കൃശാങ്കനായി ബാലനോടും കൂടെ വാഴുന്നത് കണ്ട് മാരുതിയും ബഹുമാനിച്ചത്. ഏറ്റവും ആരുമില്ലിത്ര ഭക്തന്മാർ അവനിയിൽ ഈ ഭൂമിയിൽ ഇത്രയും ഭക്തന്മാർ മറ്റാരെയും കണ്ടിട്ടില്ല. അങ്ങനെ പറയുന്നു ഹനുമാൻ ഈ ഭരതന്റെ ഭക്തി കണ്ടുകൊണ്ട്, ജ്യേഷ്ഠനോടുള്ള ഭക്തി എന്ന് കൽപ്പിച്ചു വണങ്ങി വിനീതനായി നിന്ന് മധുരമാർ ചൊല്ലിടനാൻ. മധുരമാർ പറയുന്നു, അഗ്രജൻ തന്നെ മുഹൂർത്തമാത്രന നിന്നഗ്രേ നിരാമയം കാണാം ഗുണനിധേ ഭരത, നിന്റെ അഗ്രജൻ നിന്റെ ജ്യേഷ്ഠൻ മുഹൂർത്തം മാത്രം അല്പസമയം കൊണ്ട് ഇവിടെ എത്തും. അഗ്രേ നിന്റെ അടുക്ക തന്നെ നിരാമയം കാണാൻ, നിനക്ക് നന്നായി കാണാം ഗുണനിധേ. സീതയോടും സുമിത്രാത്മജൻ തന്നോടും ആദരവേറും പ്ലവക ബലത്തോടും സുഗ്രീവനോടും വിഭീഷൺ തന്നോടും ഉഗ്രമായുള്ള രക്ഷോബലം തന്നോടും പുഷ്പകമാ വിമാനത്തിന്മേലേറി വന്ന് ഇപ്പോൾ ഇവിടെ ഇറങ്ങും ദയാപരൻ. എല്ലാവരുമായിട്ട് വരും, സുഗ്രീവനും വിഭീഷണനും എല്ലാവരുമായിട്ട് ഇവിടെ ഇപ്പോൾ വന്നിറങ്ങും. രാവണനെ കൊന്ന ദേവിയെയും വീണ്ടും ദേവകളാൽ അഭിവന്ദിതനാകിയ രാഘവനെ കണ്ടു വന്ദിച്ചു മാനസേ ശോകവും തീർന്ന് വസിക്കാം ഇനി ചിരം. കുറേ നാൾ നിനക്ക് ഭരതന് ഇനി സന്തോഷമായിട്ട് ഒന്നിച്ച് കഴിയാം. രാഘവനെ കണ്ട് മാനസേ വന്ദിച്ച് മാനസ ശോകമൊക്കെ നിനക്ക് തീരും. അദ്ദേഹം ആഗ്രഹിച്ചിരുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. അതോ ചിന്തിച്ച് ഉള്ളിലിങ്ങനെ വിഷമിച്ചിരുന്ന കാര്യം പറഞ്ഞതുകൊണ്ട് ഇദ്ദേഹത്തിന് എന്ത് വന്നു? ആകർണ്യ ഭരതകുമാരനും വ്യക്ത സമ്മോദം മൂർച്ഛിതനായി വീണു. കേട്ടപ്പോഴേ അങ്ങ് വീണുപോയി. സന്തോഷം സഹിക്കാൻ വയ്യാതെ അങ്ങ് വീണുപോയി. കാരണം വിചാരിച്ചിരിക്കുന്ന കാര്യം പ്രത്യക്ഷമായി. അവിടെ എപ്പോഴാന്ന് പറഞ്ഞ് നോക്കി കഴിയുമ്പോൾ പെട്ടെന്നില്ല ഹനുമാൻ പറഞ്ഞങ്ങ് ചെന്നല്ലേ, പെട്ടെന്ന് തന്നെ ഒരു മുന്നറിയിപ്പില്ലാതെ ചെന്നങ്ങ്. നമുക്ക് ഇപ്പോഴൊക്കെയാണ് ഇവരിൽ വരുന്നെങ്കിൽ ഒന്ന് വിളിച്ചു പറയാനുള്ള സൗകര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട്, കോൾ ചെയ്താൽ മതി. അതുപോലെ ഇവിടെ എന്ത് വന്ന് കേട്ടപ്പോൾ സത്വര ആശ്വസ്തനായ നേരം പുനരുദ്ധായ ഗാഠം ആയ ആലിംഗനൊക്കെ ചെയ്ത് പെട്ടെന്ന് കേട്ട മൂർച്ഛിതനായി വീണിട്ട് പെട്ടെന്ന് ഉത്ഥാനം എണീറ്റ് ഈ ഹനുമാനെ ഗാഠമായി ആലിംഗനം ചെയ്തു. അത്രമാത്രം ഗാഠമായ ആലിംഗനം ചെയ്തു. എന്നിട്ട് വാനരവീര ശിരസി മുതാ പരമാനന്ദ ബാഷ്പ അഭിഷേകവും ചെയ്തു. വാനരൻ അതായത് ഹനുമാന്റെ ശിരസിൽ തലയിൽ ആനന്ദ ബാഷ്പം കണ്ണുനീരാകുന്ന ആ അഗ്രജൻ ജ്യേഷ്ഠൻ വരുന്നു എന്നുള്ള ഒരു വികാരമല്ലാതെ വന്നപ്പോൾ കണ്ണുനീരിങ്ങനെ വന്നിട്ട് ഹനുമാൻ അഭിഷേകമായിട്ട് ചെയ്തു. ദേവോത്തമനോ ചിന്തിക്കുക, ഇത് ദേവോത്തമനോ നരോത്തമനോ ഭവാൻ ഏവൻ എന്നെക്കുറിച്ചത്തെ കൃപയോടും ഇഷ്ടവാക്യം ചൊന്നതിന് അനുരൂപമായി തുഷ്ടിയ തരുവതിനില്ല മറ്റേതുമേ. ഇത്രയും എൻ്റെ ഇഷ്ടവാക്യാണ് കേട്ടത്. ഇപ്പം എന്താണ് ഇഷ്ടമായിട്ട് കേൾക്കണമെന്ന് തോന്നിച്ചിരുന്നത് ഈ ഭരതന് ഈ ഒരു കാര്യമാണ്. ഭഗവാൻ എപ്പോഴാണ് വരുന്നത് എന്നുള്ള ആ കാര്യം അത് അത്രമാത്രം വന്നിങ്ങനെ പറഞ്ഞപ്പോൾ അത് ചൊന്നതിന് അനുരൂപമായി തുഷ്ടിയ തരുവതില്ല. തിരിച്ച് ഞാൻ എന്താ തരേണ്ടത്? ഈ ആനന്ദ ബാഷ്പം ഈ ഗാഠ ആലിംഗനമേ ഉള്ളു, അതിപ്പരം വേറൊന്നുമില്ല. അത്രമാത്രം സ്നേഹമാണ് അവിടെ ഹനുമാന് കൊടുത്തത്. എന്താ നല്ല വാക്യമല്ലേ വന്ന് പറഞ്ഞത്, ജ്യേഷ്ഠൻ ഇപ്പോൾ തന്നെ പെട്ടെന്ന് വരും. അങ്ങനെ പ്രതീക്ഷിച്ച് കാണിച്ചത്. കാരണം യുദ്ധത്തിനൊക്കെ പോയി രാവണനെ കൊല്ലാനൊക്കെ പോയേക്കില്ലാണ്ട് ഒരു അങ്കലാപ്പുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും തപസ്സോടുകൂടി ഇരിക്കുന്നത്. ഭഗവാനെ എന്നും പറഞ്ഞ് ഇരിക്കുന്നത് എന്താ? പ്രാർത്ഥനയാ. ശ്രീരാമൻ വരുവോളം അങ്ങനെ സ്നേഹമുള്ള കുട്ടികൾ അത് നമ്മൾ ആലോചിക്കണം. ഭഗവാനും അങ്ങനെ ലക്ഷ്മണനൊക്കെ പോയേക്കുന്ന ഒരാപത്തും കൂടാതെ വരണം. രാവണനോടാ യുദ്ധം. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടവിടെ ആ ഒരു പൂജയും വഴിപാടിട്ടിരിക്കുന്ന അത് നമ്മൾ ചിന്തിക്കുന്നില്ല. അതാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ അങ്ങനെ അപ്പോഴും വരുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് വരുന്നെന്ന് കേൾക്കുമ്പോൾ എത്രമാത്രം ആനന്ദം ഉണ്ടാകുന്ന പറയുമ്പോൾ അതിലാ വീണുപോയത്. അങ്ങനെ തുഷ്ടിയ അങ്ങനെ ഇഷ്ടവാക്യം ആ ഭരതൻ്റെ ഇഷ്ടമാകുന്ന വാക്യമാണ് അവിടെ കേട്ടത്. അത് അങ്ങനെ ചൊന്നതിന് അനുരൂപമായി തുഷ്ടിയാ തരുവതിനില്ല മറ്റേതുമേ. എനിക്ക് ഈ ആലിംഗനം ഗാഠമായ ആലിംഗനവും ആനന്ദ ബാഷ്പവും അഭിഷേകം ചേർത്ത് ഹനുമാന്. ശോകം മതിയം കളഞ്ഞ ഭവാന് ശോകം മതിയം കളഞ്ഞു. ശോകം ദുഃഖം പെട്ടിരുന്ന ഒരു ഭരതൻ്റെ ദുഃഖമൊക്കെ പോക്കി ഒരു വാക്യം കൊണ്ട് ഇങ്ങനെ വരുന്നത് കേട്ടപ്പോൾ ദുഃഖമെല്ലാം പോയി ആനന്ദമായി. അപ്പോഴെത്രമാത്രം ആനന്ദ നിർവൃതിയാണ്. എൻ്റെ ശോകം മതിയം കളഞ്ഞ ഭവാന് ഞാൻ ലോകം മഹാമേരുസാഗം തരികിലും ഈ ലോകത്തുള്ള മഹാമേരുവാകുന്ന മേരുസാഗം തന്നാലും തുല്യമായി വന്നുകൂടാ. അത് ഇത്ര നല്ലൊരു വാക്യം എനിക്ക് കേട്ടത് എന്ത് തന്നാലും എനിക്ക് മതിയാകത്തില്ല, അത് തുല്യമാവുകയില്ല. അത്ര നല്ല വാക്യമാണ് എനിക്ക് തന്നത്. തുല്യമായി വന്നുകൂടാ പുനരെങ്കിലും ചൊല്ലിടടോ രാമകീർത്തനം സൗഖ്യതം. മാനവനാഥന് വാനരന്മാരോട് കാനനെ സംഘമുണ്ടായതെങ്ങനെ? ഈ ഹനുമാനോട് ഭഗവാൻ ശ്രീരാമന് ഈ വാനരന്മാരോട് ഇത്രയും കാനനത്തിൽ കഴിയുന്നതാണല്ലോ അവർ.
ഈ സംഘം എങ്ങനെ ഉണ്ടായി ഈ കുരങ്ങന്മാരോട്, അതാണ് ചോദിച്ചത്. ഇത്രയെല്ലാം കേട്ടപ്പോൾ ഇത്ര ചോദിക്കണം തോന്നി. വൈദേഹിയെ കട്ടുകൊണ്ടവാർ എങ്ങനെ യാതുധാനാധിപനാകിയ രാവണൻ എങ്ങനെയാണ് അത്? ഇത്തരം ചോദിച്ച രാജകുമാരനോട് ഉത്തരം മാരുതപുത്രൻ ചൊല്ലിനാൻ, എങ്കിലോ നിങ്ങൾ ഈ ചിത്രകൂടാചലത്തിങ്കിൽ നിന്ന് ആദ്യ കലർന്ന് പിരിഞ്ഞ നാള്, കാരണം ഭഗവാനെ കാണാൻ വേണ്ടി ഭരതൻ അവിടെ ചെന്നല്ലോ അന്ന്, എങ്കിലോ നിങ്ങൾ ഈ ചിത്രകൂടാചലത്തിങ്കിൽ നിന്ന് ആദ്യ കലർന്ന് പിരിഞ്ഞില്ലയോ, പാതകം കൊണ്ട് വിഷമിച്ചിഞ്ഞ് പോരുന്നില്ലേ? ആ പിരിഞ്ഞ നാൾ ആദിയായി ഇന്നോളമുള്ള അവസ്ഥകളെല്ലാം ഞാൻ, അതായത് അന്ന് തൊട്ട് പിരിഞ്ഞതിന് ശേഷം പിന്നെ ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ, പാതകം കൊണ്ട് പോയതിനു ശേഷം എന്താ സംഭവിച്ചതൊന്നും ഭരതൻ അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അന്ന് തൊട്ട് ആദിയായി ഇന്നോളം ഇപ്പോഴുള്ള അവസ്ഥകൾ ആദര ഉൾക്കൊണ്ട് ചൊല്ലുന്നതുകൊണ്ട് എല്ലാം ഞാൻ പറഞ്ഞു തരാം. ഒന്നൊഴിയാതെ തെളിഞ്ഞ് കേട്ടു, ഒന്നും മനസ്സിൽ നിന്ന് ഒഴിയാതെ അത് ശ്രദ്ധാപൂർവ്വം കേട്ടുകൊള്ളുക, ഒന്നൊഴിയാതെ തെളിഞ്ഞ് കേട്ടിടുക. വന്നുപോകും ദുഃഖവിനാശം തപോനിധി. അതുകൊണ്ട് അങ്ങനെ കേൾക്കുമ്പോൾ നമ്മുടെ ദുഃഖങ്ങളെല്ലാം വിനാശം, ദുഃഖങ്ങളെല്ലാം നശിക്കും. തപോനിധി ആരാണ്? താപസനായിട്ടിരിക്കുകയാണ് ഇവിടെ ഭരതൻ. ശത്രുഘ്നും ഭരതനും അവിടെ താപസന്മാരാണ്, അവിടെ മുനിമാരായിട്ടിരിക്കുകയാണ്, അല്ലാതെ ആഡംബരത്തിൽ കഴിഞ്ഞിരിക്കുവല്ല അവിടെ. അതുകൊണ്ട് അങ്ങനെ ദുഃഖവിനാശം തപോനിധേ ഹനുമാൻ പറയുന്നു ഭരതനോടാണ് എന്ന് പറഞ്ഞ് അറിയിച്ചാൻ അഖിലവും. മനവൻ തൻ ചരിത്രം പവിത്രം പരം. അങ്ങനെ ഭഗവാന്റെ ഈ ചരിത്രങ്ങളും അത് പവിത്രമാണ്. അങ്ങനെ എല്ലാം പറഞ്ഞ് കേൾപ്പിച്ചു. നമ്മൾ ഇത്രയും വായിച്ച സാധനങ്ങൾ തന്നെ കേൾപ്പിച്ചു. അപ്പോൾ ഇനി ഒന്നും പറയണ്ടല്ലോ, അത് നമുക്ക് ചിന്തിക്കണം. അതൊക്കെയാണ് പറഞ്ഞു തരുന്നത്. ഇതിൻ്റെ ഒന്നും ആവർത്തിക്കാൻ ഇവിടെ സമയമുണ്ടോ ഹനുമാന്? അവിടെ അവർ പറഞ്ഞ് കേൾപ്പിച്ചിട്ടുണ്ട്, നമുക്ക് ഒന്നും പറയാൻ സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് അവിടെ ചിന്തിക്കാം. നമ്മൾ എന്തൊക്കെയാണ് ഇത്ര നേരം ഇന്നലെയും മെനയാന്നൊക്കെ ഇത് തന്നെയാണല്ലോ, ഈ തുടങ്ങി എന്നിട്ട് ഇത് തന്നെയാണല്ലോ. അതുകൊണ്ട് അവർ എപ്പോൾ അവിടുന്ന് പിരിഞ്ഞ് പാതകം കൊണ്ട് പിരിഞ്ഞ് പോയി അതിന് ശേഷമുള്ളതും ഇന്ന് വരെ എപ്പോഴെല്ലാം ഉള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറയാം, കേട്ടുകൊള്ളൂ. അങ്ങനെ മന്നവന്തൻ ചരിത്രം പവിത്രം പരം, ശത്രുഘ്ന മിത്ര ഭൃത്യ അമാത്യവർഗവും ചിത്രം വിചിത്രം എന്നോർത്ത് കൊണ്ടിടുന്നത്. ഇതിലൊക്കെ ചിത്രമാണ്, അത്ഭുതമാണ്, അതിശയമാണ്. എന്താ? ശത്രുഘ്ന മിത്ര ഭൃത്യ അമാത്യവർഗവും ചിത്രം വിചിത്രം എന്നോർത്ത് കൊണ്ടിടാൻ. ഇതാണ് ഇന്ന് നമുക്ക് വായിക്കാനുള്ളത്. ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നമസ്കാരം. സന്തോഷമായിട്ട് ഇത് ഒന്നുകൂടെ കാരണം ഇത് മനസ്സിലാവാത്തകൊണ്ട് ഇപ്പം ഭാഗവതമായാലും ഇതായാലും ഇഷ്ടമുള്ളവർക്ക് ഇത് ഇഷ്ടമാണല്ലോ. ഇഷ്ടമുള്ളവർക്ക് അവരെന്ത് ചെയ്യണം? വീണ്ടും വീണ്ടും ആവർത്തിക്കണം. ഇത് ഇഷ്ടമുള്ള ഭാഗങ്ങൾ എടുത്ത് വെച്ച് വായിക്കണം, എന്നാലേ പഠിക്കാൻ പറ്റൂ. ഇന്നൊന്ന് കേട്ടങ്ങ് മതി ആക്കുമല്ല, അത് വീണ്ടും വീണ്ടും ഇപ്പം ഇങ്ങനെ ഇടുന്നതിൻ്റെ ആ ഒരു എൻ്റെ രത്നഭായി എന്ന് എഴുതിയിടത്തൊരു തല പോലെ എൻ്റെ ഈ മുഖമുണ്ട്, അവിടെ പ്രസ് ചെയ്യുമ്പോൾ വീഡിയോ വരും. വീഡിയോ വരുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നീക്കി എവിടെ നിന്നെങ്കിലും വേണ്ടത് എന്താ വെച്ചാൽ എടുത്ത് വെച്ച് വായിക്കണം. സമയമുള്ളവരും ആഗ്രഹമുള്ളവരും അങ്ങനെ പഠിക്കേണ്ടവർക്ക് അങ്ങനെ പഠിക്കാം, ഇടയ്ക്കിടയ്ക്കൊക്കെ നോക്കി പഠിക്കാം. അതാണ് അപ്പോൾ നമുക്ക് എപ്പോഴും ഇത് ഇങ്ങനെ ഭക്തി വർദ്ധിക്കുകയും ചെയ്യും, മനസ്സിലാവുകയും ചെയ്യും. എല്ലാവർക്കും നമസ്കാരം മക്കളെ. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം.